സിൻസിയർ ആയിട്ട് പറയാണ്, ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. എന്തിനാണ് അരുൺ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്, കള്ളം പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കാരണം ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. സത്യം പറയാം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. നിങ്ങൾ ആരുടെയും പക്ഷം പിടിക്കണ്ട. ഇവിടെ അരുണിന്റെ പക്ഷമോ ഞങ്ങളുടെ പക്ഷമോ ആരുടെയും പക്ഷം നിങ്ങൾ പിടിക്കണ്ട. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. പെന്തക്കോസിൽ നിന്ന് അരുണിന് തിക്താനുഭവം ഉണ്ടായിട്ടില്ല. 2 വട്ടമല്ലേ സമചേട്ടാ പറയുന്നത്? പെന്തക്കോസിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിട്ടേ ഇല്ല. ബൈബിൾ വായിച്ചിട്ട് അത് തെറ്റാണെന്ന് തോന്നിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയതാണെന്നാണ് പറയുന്നത്. ബൈബിൾ വായിച്ചിട്ട് ബൈബിൾ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ പെന്തക്കോസ് ടോക്സിക് ആണെന്ന് മനസ്സിലായെന്ന്. അതെന്ത് പരിപാടിയാ? ബൈബിൾ വായിച്ച് ബൈബിൾ തെറ്റാണെന്ന് തോന്നിയപ്പോൾ പെന്തക്കോസ് ടോക്സിക് ആണ്. പക്ഷെ ബൈബിൾ വായിച്ച് ബൈബിൾ തെറ്റാണെന്ന് തോന്നുമ്പോൾ പെന്തക്കോസ് മാത്രമല്ലല്ലോ ടോക്സിക് ആണെന്ന് മനസ്സിലാകേണ്ടത്. പെന്തക്കോസ് മാത്രമല്ലല്ലോ ബൈബിൾ ഉപയോഗിക്കുന്നത്. അതെ അതെ അതെ, പെന്തക്കോസ് മാത്രമല്ല. അപ്പം സംജാനം പറയുന്ന അൾട്ടിമേറ്റ് ക്വസ്റ്റിനിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എതിർക്കേണ്ടത് ബൈബിളിനെയല്ലേ? കാരണം പോകാനായിട്ട് കാരണമോ ഇതേപോലെയുള്ള എല്ലാവരും ഇടുന്ന ശബ്ദമലിനീകരണത്തിന്റെ പുറകിൽ പോയി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ കാര്യമായിട്ടുള്ള അവർ സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റഫുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നേരെ മറിച്ചിട്ട് ഇതേപോലെ കുറെ ശബ്ദമലിനീകരണം, നമ്മൾ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഒരു വാക്കിലൊക്കെ കയറി പിടിച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ വളവള ബഹളം വെക്കുന്ന കാര്യത്തിനൊന്നും നമ്മളങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എനിവേ ചെയ്തു ഇനി ഇങ്ങനെ ഇല്ലാത്ത സ്ട്രോമാൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വായുമായിട്ട് ഇങ്ങനെ മുഷ്ടിയുദ്ധമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വേറെ പണിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പക്ഷേ സേതു, പക്ഷെ നമ്മൾ ഈ മുഷ്ടിയുദ്ധം നടത്തുക, പക്ഷെ അരുൺ എന്തായാലും സംസാരിക്കാൻ വരില്ല. എന്തുകൊണ്ട് ഈ മുഷ്ടിയുദ്ധം നടത്തുന്നു എയറിനോട്? അരുൺ ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ച് സംസാരിക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ. വഴിയില്ല. കാരണം വിളിച്ചാ വരത്തില്ല അരുൺ, വിളിച്ചാൽ വരത്തില്ല. വിളിച്ചാൽ വരില്ല. പിന്നെ നമ്മൾ മുഷ്ടിയുദ്ധം അങ്ങനെ ഒരു സീറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടേക്കും അരുണിന്. ഇത് കണ്ടോ? ഇവിടെ വന്ന് ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾ അങ്ങ് സങ്കല്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കതേ പറ്റത്തുള്ളൂ. കാരണം നേരിട്ട് വിളിച്ചാൽ വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? കെട്ടി വലിച്ചോണ്ട് വരാൻ അരുണിന്റെ ഫ്രീവില്ല. അതിനാ ക്രിസ്ത്യൻ എസൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടുന്ന സബിൻ ചേട്ടനുണ്ട്. ഹായ് സബിൻ ചേട്ടാ. എയ്തീസ്റ്റ് പോഡ്കാസ്റ്റിന്റെ നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന കാണുന്ന പ്രേക്ഷകർക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ശരിക്കും പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഹോളി മെസ് എന്ന് പറയുന്ന ചാനലിലൂടെ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ എസൻസിൽ ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് അദ്ദേഹം റിയാക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതില് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് വന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം, നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊരു റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തില് മോക്ക് ചെയ്യുന്നതായിട്ടോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊരു ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയണം. ഞങ്ങൾ രണ്ടുപേരുടെയും പേരുകൾ അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ സംജാൻ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ? ഞാൻ കണ്ടു. നമ്മൾ ആദ്യയോട് അവസാനം ആ വീഡിയോ കണ്ടു. അതിനകത്ത് ചില കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സേതുവിന്റെ പേരിൽ ആരോപിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ പേരിൽ ആരോപിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു? അതെ, ഒരുപാട് പേഴ്സണൽ അറ്റാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മള് പ്രചരിപ്പിക്കുന്നതും അതുപോലെ എതിർക്കുന്നതും ഒരു ആശയത്തെയാണല്ലോ. അപ്പോ എന്തുകൊണ്ട് അദ്ദേഹം പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആരാണോ എന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് വീഡിയോയിൽ കൂടെയുള്ള പരിചയം മാത്രമേ. എനിക്ക് തോന്നുന്നു സേതു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതും എനിക്ക് തോന്നുന്നു സേതു പേഴ്സണൽ കാര്യങ്ങളല്ല, വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അധികം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം പേഴ്സണൽ അറ്റാക്കിലേക്ക് പോയി എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോടെ സംസാരിക്കാനുണ്ട്. നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അദ്ദേഹം നമ്മളെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം അല്ലെ? അതെ, നമുക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ട് തന്നെ പോവാം.
അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ വളരെ രസകരമാണ്. നമുക്ക് തംബ്നെയിൽ തൊട്ട് തന്നെ സംസാരിച്ചു തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ തംബ്നെയിൽ ആ ഏത് വീഡിയോയുടെ കിടക്കുന്നത്. വീഡിയോയുടെ തമ്മിൽ അല്ലേ? ഓക്കെ. അതെ അതെ അതെ, ആ മോളിൽ കിടക്കുന്നത് കൊടിത്തോട്ടം ആ വേർഡ്സ് കൊടിത്തോട്ടം കൊടിത്തോട്ടം യൂണിവേഴ്സ് ആൻഡ് ഫ്രീ യൂണിവേഴ്സ് വിൽ. ആൻഡ് ഫ്രീ വിൽ എന്ന് പറയുന്ന ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാനന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, പ്രധാനമായിട്ട് ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയാം. അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ സൺ ഇൻ ലോസ് ആണ് ആക്ച്വലി ഞങ്ങള്. ഞാനും സബിൻ ചേട്ടൻ, അത് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഇദ്ദേഹം പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൊടിത്തോട്ടം പാസ്റ്ററിന്റെ ശിഷ്യന്മാരാണെന്നും. എനിക്ക് സത്യം പറഞ്ഞത് ചിരിയോടുകൂടി അല്ലാതെ സംസാരിക്കാൻ, ഞാൻ മോക്കിയെന്നല്ല. അപ്പോ ശിഷ്യന്മാരാണെന്നും ആ ശിക്ഷണത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ തംബ്നെയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ജർമ്മനിയിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പറയുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒപ്പീനിയനെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഇതിലൂടെ ചില കാര്യങ്ങൾ അരുണിന്റെ പ്രേക്ഷകരെയും ക്രിസ്ത്യൻ എസർസിന്റെ പ്രേക്ഷകരെയും എയ്ത്തീസ്റ്റ് പോഡ്കാസ്റ്റിന്റെ പ്രേക്ഷകരെയും ഒരുപോലെ അറിയിക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം അരുൺ ഇതിനകത്ത് വലിയൊരു ട്രിക്ക് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വമാണോ അതോ അറിയാതെ വന്നതാണോ എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആ തംബ്നെയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. തംബ്നെയിലിൽ തന്നെ ഉണ്ട് ആ കളിയാക്കല്. അതെന്തിനാണ് ഈ കണക്ഷൻ കൊടുക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. എന്തോ ഒരു പേഴ്സണൽ വെഞ്ചൻസ് പോലെയൊക്കെ. ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ നോക്കിയാൽ അത് തംബ്നെയിൽ മാത്രമല്ല, വീഡിയോയുടെ ടൈറ്റിൽ വളരെ രസകരമാണ്. ഫ്രീ വിൽ ഉണ്ടോ, കൊടിത്തോട്ടം യൂണിവേഴ്സ്, ഫ്രീ വിൽ ഉണ്ടോ, ഉണ്ടില്ലെന്ന്. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് അരുൺ. അരുണിന്റെ ചില വീഡിയോകളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ പ്ലേ ചെയ്യാം. അദ്ദേഹത്തിന്റെ ചില ഈ ഷോർട്സ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തംബ്നെയിലും നമുക്ക് പ്രകടമാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം. വീഡിയോ ഒന്ന് പറഞ്ഞു. നിരീശ്വരവാദത്തിന്റെ പടിക്കൽ വരെ എത്തിയിട്ട് ദൈവ കൃപയാൽ ദൈവം നേരിട്ട് സന്ദർശിക്കുകയോ വെളിപ്പാട് കൊടുക്കുകയോ അനുഭവം കൊടുക്കുകയോ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് തിരികെ യേശുക്രിസ്തുവിലേക്ക് പോയ ഒരു വ്യക്തി ഈ അടുത്തായി എൻ്റെ വീഡിയോസ് തുടർച്ചയായി റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മറ്റാരുമല്ല, നമ്മളുടെ അനിൽ കൊടിത്തോട്ടത്തിന്റെ സ്വന്തം മരുമകനാണ്. പുള്ളിക്കാരന്റെ കുറച്ച് വീഡിയോസ് കണ്ടതിൽ എനിക്ക് ഇതിനകത്തൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതിനകത്ത് നമുക്കിങ്ങനെ ഓരോ പോയിന്റ് എടുത്ത് തന്നെ നമുക്ക് ഇതിനെ വിശദീകരിച്ച് പോവാം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ പോവാന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു വലിയ പ്രശ്നം കണ്ടോ? അത് എന്റെ ഐഡന്റിറ്റി അദ്ദേഹം പറഞ്ഞു നോക്കി. അനിൽ കൊടിത്തോട്ടത്തിന്റെ എനിക്കൊരു പേരുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസമുണ്ട്, പക്ഷെ അതൊന്നും പുള്ളിയുടെ വിഷയമല്ല. അനിൽ കൊടിത്തോട്ടത്തിന്റെ മരുമകൻ. ഓക്കെ, എനിക്ക് സന്തോഷമുള്ള കേൾക്കുന്നതിൽ. പക്ഷെ ആദ്യത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് നിരീശ്വരവാദത്തിന്റെ പടിക്കലെത്തിയിട്ട് യേശു പ്രത്യക്ഷപ്പെട്ടോ ഒരു അങ്ങനെ ഒരു എന്താ പറയാ, അതായത് വെളിപ്പാട് കൃപയാൽ. കൃപയാൽ ഇതൊന്നും ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഇങ്ങനെ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല. അല്ല, സേതു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണോ സേതു തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മുടെ തീസ് പോഡ്കാസ്റ്റില് നമ്മുടെ ഇത് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയില് അവസാനത്തെ ഒരു ചോദ്യത്തിൽ സേതു ഇതിന് ഉത്തരം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സേതു എനിക്ക് തോന്നുന്നു കണ്ടവർക്കറിയാം. നമ്മളത് ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് സേതു പറയുന്നുണ്ട് എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നതെന്ന്. പക്ഷെ ഒരുപക്ഷെ അരുൺ അത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങനെയാണോ സേതു വന്നത്? അതുപോലെ തന്നെ ഈ അരുണിന്റെ ഈ ചോദ്യത്തെ എങ്ങനെ കാണുന്നു? ഇത് അരുണ് തുടർന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ അരുണിന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നില്ല. അതായത് അറ്റവും മുറിയും ഒക്കെ എടുത്തോണ്ട് പോയിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അരുണിന്റെ ഈ വീഡിയോ തുടർമാനമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അരുൺ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം നമ്മുടെ മേലെ ആരോപിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു കാര്യം, ഇത് കൃപ, പിന്നെന്താണ് ദൈവിക വെളിപ്പാട്, ദർശനം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ 2 വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല.
അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഏതൊരു ഹ്യൂമൻ ബീയിങ്സും ചെയ്യുന്നത് പോലെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തിരികെ ക്രൈസ്റ്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് കൊണ്ട് ചാപ്പ കുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് കണ്ടോ. ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ധൈര്യമായിട്ട് എന്ന് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ വീഡിയോ ആയിട്ടും ഒന്നായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഹൗ ഐ കെയിം ബാക്ക് ടു ക്രൈസ്റ്റ് ഫ്രം എയ്ത്തീസം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ സെക്ഷനിൽ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിക്കോളൂ. രണ്ടും കൂടെ ഏതാണ്ട് 2.5 മണിക്കൂർ കാണും. ആ 2.5 മണിക്കൂറിൽ എനിക്ക് പ്രത്യേക വെളിപ്പാട് കിട്ടിയെന്നോ എനിക്ക് എന്തെങ്കിലും ഒരു എൻകൗണ്ടർ ഉണ്ടായെന്നോ എന്നൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് ആണ്, അത്രേ ഉള്ളൂ. അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ അരുണ് ഇതാണ് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടർന്ന് കാണാം, കണ്ടിന്യൂ ചെയ്യാം. അദ്ദേഹം മറ്റാരുമല്ല, നമ്മളുടെ അനിൽ കൊടിത്തോട്ടത്തിന്റെ സ്വന്തം മരുമകനാണ്. പുള്ളിക്കാരന്റെ കുറച്ച് വീഡിയോസ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളി ഈ സ്ട്രോമാൻ ആർഗ്യുമെന്റിന്റെ ശക്തനായ ഒരു വക്താവാണ്. സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ ഒരു വൈക്കോൽ മനുഷ്യൻ എന്നാണ് അതിന്റെ മലയാള പരിഭാഷ. അപ്പോൾ യാഥാർത്ഥ്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട്, അതായത് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യന് പകരമായി മറ്റൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വൈക്കോൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആ വൈക്കോൽ മനുഷ്യനെ കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തിയിട്ട് ഫയൽമാൻ ജയിച്ച് എന്ന് പറയുന്നതാണ് ഈ സ്ട്രോമാൻ ആർഗ്യുമെന്റ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പേർട്ടാണ് നമ്മളുടെ ഈ സേതു ഷാജി എന്ന് പറയുന്ന വ്യക്തി. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. കാരണം ആദ്യം തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിലും നല്ലത് അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് അവസാനം സംസാരിക്കുന്നതായിരിക്കും. എനിവേ, എന്നെക്കുറിച്ച് പേഴ്സണലി അയാൾ തെറ്റിദ്ധാരണകൾ വരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. അത് നിങ്ങൾ അയാളുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കണ്ട് മനസ്സിലാക്കാം. അയാൾ ആദ്യത്തെ ആരോപണമാണ് സ്ട്രോമൻ ആർഗ്യുമെന്റ്. അതുപോലെ അരുണിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന. അപ്പം എന്താണ് ആ തെറ്റിദ്ധാരണയും കൂടെ ഒന്ന് കേട്ടാലോ നമുക്ക്? അദ്ദേഹം പറയുന്ന തെറ്റിദ്ധാരണ എന്താന്നുള്ളത് ഒന്ന് കേട്ടിട്ട് വരാം. കേട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് റിയാക്ട് ചെയ്യാം. സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ ബൈബിളോ കാര്യമൊന്നും വ്യക്തമായി വായിച്ചിട്ടില്ല. എനിക്ക് പെന്തക്കോസ്തിൽ നിന്നുണ്ടായ തിക്താനുഭവം കൊണ്ടാണ് ഈ സാധനത്തിൽ നിന്നും വിട്ടുപോയതെന്ന് അയാളോട് ഞാൻ പേഴ്സണലി, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള വ്യക്തിയാണ്, ഓഡിയോ മെസ്സേജുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് തിക്താനുഭവങ്ങൾ പെന്തക്കോസ്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബൈബിള് വായിച്ച് അതിന് പുറത്ത് വന്നതിന് ശേഷമാണ് പെന്തക്കോസ്ത് ഒരു ടോക്സിക് വിശ്വാസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തിക്താനുഭവം കൊണ്ടല്ല എന്നത് വളരെ വ്യക്തമായിട്ടും അയാൾക്ക് അറിയാവുന്നതാണ്. ഇനിയും അയാളോട് മാത്രമല്ല എന്റെ വീഡിയോസിൽ ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഇവിടം തൊട്ട് തന്നെ സംസാരിച്ച് തുടങ്ങണമെന്ന് തോന്നി. എനിക്കറിയില്ല അരുൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ സത്യം പറഞ്ഞാൽ ആദ്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അവിടെ ചെന്നിട്ട് ഇത് കണ്ടു. എനിക്ക് ഞാൻ അപ്പൊ തന്നെ അന്ന് രാത്രി കിടന്നുറങ്ങിയ സവിൻചേട്ടനെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയുമായിരുന്നു ഇതുപോലെ അരുൺ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസപ്പോയിന്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാല്. അരുണ് ഞാൻ വിചാരിച്ച എന്താണെന്നറിയാമോ, അരുണ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റിനെ ഏതെങ്കിലും തരത്തില് ക്രിട്ടിസൈസ് ചെയ്യുകയോ അതിനൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയുക ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ഒരു ഭാഗം കേട്ടപ്പോൾ ഞാൻ സിൻസിയർ ആയിട്ട് പറയാണ്, ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. എന്തിനാണ് അരുൺ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്, കള്ളം പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കാരണം ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞു, ഞാൻ സവിൻചേട്ടനെ ഞാൻ വിളിച്ചു പറയാനുള്ള കാരണം നമുക്കിത് സംസാരിക്കണം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് പേഴ്സണൽ അറ്റാക്ക് ഒന്നും നമുക്ക് വിഷയമല്ലല്ലോ സവിൻചേട്ടാ, അത് നമ്മുടെ വിഷയമല്ല. അങ്ങനെ എന്തുമാത്രം ആളുകളാണ് കമന്റ് ബോക്സിൽ വന്ന് ഓരോന്ന് പറയുന്നത്, നമുക്കത് വിഷയമേ അല്ല, അതിന് റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഇങ്ങനെ കള്ളം എന്തിനാണ് അരുൺ പറയുന്നത്? അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്താണ് അരുണിന് കിട്ടുന്നതെന്ന് ഒരു പിടുത്തമില്ല. അദ്ദേഹം പറയുന്ന കാര്യം എന്താ, ഞാൻ സ്ട്രോമാൻ ഫാലസിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, വാട്ട് ഈസ് സ്ട്രോമാൻ ഫാലസി? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് പറഞ്ഞ് ആർഗ്യുമെന്റ് എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് അവിടുന്ന് റിയാക്ഷൻ ഒന്നും കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറയും. ഓക്കെ, അരുൺ കഴിഞ്ഞിട്ട് അരുൺ പറയുന്ന കാര്യം, അരുണിന് പെന്തക്കോസ്തിൽ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. നിങ്ങള് ആരുടെയും പക്ഷം പിടിക്കണ്ട. ഇവിടെ അരുണിന്റെ പക്ഷമോ ഞങ്ങളുടെ പക്ഷമോ ആരുടെയും പക്ഷം നിങ്ങൾ പിടിക്കണ്ട. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. പെന്തക്കോസിൽ നിന്ന് അരുണിന് തിക്താനുഭവം ഉണ്ടായിട്ടില്ല. 2 വട്ടമല്ലേ സോമചേട്ടാ പറയുന്നത്? പെന്തക്കോസിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിട്ടേ ഇല്ല. ബൈബിൾ വായിച്ചിട്ട് അത്
തെറ്റാണെന്ന് തോന്നിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയതാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ബൈബിൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പെന്തക്കോസ്ത് ഒരു ശേഷമാണ് ടോക്സിക് പെന്തക്കോസ്ത് വിശ്വാസമാണെന്ന് മനസ്സിലാക്കി. ടോക്സിക് ആണെന്ന് തോന്നി. എന്ത് ഇത്രയും സത്യവിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ത് കാര്യത്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ല. അത് തുറന്ന് പറയാം. ഇതിനകത്ത് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് പറയണം. കാരണം നമ്മൾ രണ്ടുപേരും അരുണിനെ എന്ന് മുതല ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? സെവൻ ചേട്ടൻ എന്ന് പറഞ്ഞേ, അരുണ് ഓർക്കുന്നുണ്ടെങ്കിൽ. ആദ്യമായിട്ട് പെന്തക്കോസ്തിനെതിരെ വീഡിയോ ചെയ്ത പെന്തക്കോസ്തിനെതിരെ വീഡിയോ ചെയ്ത ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതും ആ പെന്തക്കോസ്തിനെ കുറ്റം പറഞ്ഞത് കൊണ്ടല്ല, ഒരു അവിടെ ബൈബിളിനെ. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യുവാണേ, റിയലി സോറി, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യുക. ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീഡിയോയിൽ അതെ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ നിങ്ങളുടെ ഏത് ഡിഫെൻഡ് വീഡിയോ ചെയ്ത് എടുത്താലും, സംസാരിക്കുന്നു? ടീച്ച് ഞങ്ങള് പോഡ്കാസ്റ്റ് ആണെങ്കിലും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആണെങ്കിലും, എസൻസ് ആണെങ്കിലും നമ്മൾ പറയുന്നത് പ്രസ്ഥാനമല്ല, റിലീജിയൻ അല്ല, ക്രൈസ്റ്റ് ആണ് എല്ലാത്തിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ രണ്ടിനകത്തും, എയ്ത്തീസ്റ്റ് അതെ പോഡ്കാസ്റ്റിനകത്തും ക്രിസ്ത്യൻ എസൻസിനകത്തും പറയുന്നത്. അതെ പേഴ്സണലി ആരെങ്കിലും എന്നെയോ സവിജയനെയോ കോണ്ടാക്ട് ചെയ്താലും നമ്മൾ എപ്പോഴും പറയുന്നത് ക്രൈസ്റ്റ് ഈസ് ദ ടോപ്പ് ഉം. ഓഫ്, അല്ലെ, അതെ എല്ലാത്തിനും മുകളിൽ ക്രൈസ്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. എന്നെ വിളിച്ചിട്ടുള്ളവർക്കും സവിജയനെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു പ്രസ്ഥാനത്തെയും ഡിഫെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരാണ്, പെന്തക്കോസ്റ്റൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. അതെ കാരണം നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിനെയാണല്ലോ നമുക്ക് വിമർശിക്കാൻ പറ്റുന്നത്. എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കത്തോലിക്കർക്കെതിരെ പറയടാന്ന്. ധൈര്യത്തിന്റെ അല്ലത്, അത് മാന്യതയാ. എന്നെ ഉൾക്കൊള്ളാത്ത, ഞാൻ ഉൾക്കൊണ്ട് നിൽക്കാത്ത ഒരു സമൂഹത്തെ ഞാൻ എന്തിനാ വിമർശിക്കുന്നത്? എന്റെ സ്റ്റാൻഡ് എന്താ അതിനകത്ത്? ഒരാൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇതേ ചോദ്യം തന്നെ നേരെ തിരിച്ചു ചോദിക്കാമല്ലോ, നീ കത്തോലിക്കനല്ലല്ലോ, പിന്നെ എന്തിനാ നീ കത്തോലിക്കനെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല അവിടെ. പറയാനില്ല. ഇനി ഇസ്ലാമിനെ നിനക്ക് ധൈര്യം ഉണ്ടോടാ ഇസ്ലാമിനെ വിമർശിക്കാൻ? ഞാൻ എന്തിന് മറ്റൊരു മതത്തെ വിമർശിക്കണം? അവരുടെ വിശ്വാസത്തെ വിമർശിക്കണം. കംപ്ലീറ്റ്ലി അവരുടെ ഫ്രീഡം ഓഫ് വർഷിപ്പിനെ, ആ റൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു അതർ പ്രസ്ഥാനത്തെയോ പെന്തക്കോസ് ഇതര പ്രസ്ഥാനങ്ങളെയോ വിമർശിക്കുന്ന ഒരു വീഡിയോയോ ഒരു വാക്കോ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാൽ. ശരിയല്ലേ നമ്മുടെ സഞ്ജയ്? ഇന്റൻഷനും അതല്ല ഒരിക്കലും. ഇന്റൻഷനേ ഇല്ല, അങ്ങനെ ഒരു നമ്മൾ ഈ ഇന്റൻഷനേ ഇല്ല. രണ്ട് ചാനലുകൾ തുടങ്ങിയതിന്റെ പിന്നിലും അങ്ങനെ ഒരു ഇന്റൻഷനേ ഇല്ല. നമ്മള് അതെ നമ്മുടെ അതെ. പ്രസ്ഥാനത്തിലെ ഉള്ള ക്ലെൻസിങ് എന്ന് പറയാൻ പറ്റില്ല, കറക്ഷൻ, നമ്മൾ കാണുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും അത് കറക്റ്റ് ചെയ്യാനും, അതുപോലെ എങ്ങനെ കൂടുതൽ അറ്റൻഷൻ, മാറിപ്പോകുന്ന അറ്റൻഷൻ ക്രൈസ്റ്റിലേക്ക് കൊണ്ടുവരാനും എന്നുള്ളൊരു ഇന്റൻഷനോടെ തുടങ്ങിയ രണ്ട് ചാനലുകളാണ് ഇത്. അല്ലാതെ എക്സാക്ട്ലി അതാണ് അല്ലാതെ ഒരു നമ്മുടെ തുടക്കം മുതലേ പ്രസ്ഥാനത്തെ ഉള്ള ഡിഫെൻഡ് നമ്മുടെ ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശം. ഒരു ഉദ്ദേശവും ഇല്ല. ഈവൻ നമ്മള് എയ്ത്തീസ്റ്റുകളെ പോലും അങ്ങനെ ഒരു രീതിയിൽ ആക്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെയും കാണാൻ പറ്റുന്നത് ലാസ്റ്റ് വീഡിയോയിലാണ്. ലാസ്റ്റ് അതിൽ വീഡിയോ ആണ്. ചെറിയൊരു ഞങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്തത്. സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഭരണഘടന അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ്. നമുക്ക് ഏതൊരു സർക്കാസ്റ്റിക്, അത് ആക്ഷേപഹാസ്യമാണ്, അത് നമുക്ക് ചെയ്യാം. പരിഹസിക്കുന്നതോ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നതോ അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ പേരെടുത്ത് വെച്ചിട്ട് പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. ഒരാശയത്തെ സർക്കാസ്റ്റിക് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും, അത് നമ്മുടെ റൈറ്റിന്റെ ഭാഗമാണ്. അതും ഞങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്താണ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ രീതിയിലുള്ള എത്തിക്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ മുറിപ്പെട്ടു എന്ന് കേട്ടാൽ വിഷമം വരുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അതിൽ എന്നെക്കാളും ഒരുപടി മുകളിലാണ് സവിൻ ചേട്ടൻ. എന്നെ വിളിച്ചു പറയോ, സേതു അത് വേണ്ടായിരുന്നു, ആ വേർഡ് വേണ്ടായിരുന്നു, വളരെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്നു പറഞ്ഞാല്, ഞങ്ങൾ രണ്ടുപേരും അരുണിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പെന്തക്കോസിൽ നിന്ന് ഇദ്ദേഹത്തിന് നേരിട്ട ചില കാര്യങ്ങൾ, ഇദ്ദേഹം വന്ന് സംസാരിച്ച ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങള് പരസ്പരം വിളിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തിയെ നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കണം. നമ്മൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്പോളജൈസ് ഹിം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. ഇതാണ് ഇതിന്റെ സത്യം. അത് അരുണിന് കൃത്യമായിട്ട് അറിയാൻ. കാരണം അരുണിന് സേതു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അരുണിന് ഇത് നിഷേധിക്കാനും പറ്റില്ല.
അല്ല, ഒരിക്കലും അരുൺ അതിനകത്ത് ആ, പറയുന്നുണ്ടല്ലോ, ആ, ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചപ്പം അരുൺ ആ, എന്താ പറഞ്ഞ തിക്താനുഭവം ഇല്ലെന്ന്. അരുണെ, ആ, ഫുൾ വീഡിയോ ഓഡിയോ അടക്കം എൻ്റെ കയ്യിലുണ്ട്. അത് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്ന, പക്ഷേ ആ മര്യാദ ഒരിക്കലും നമ്മൾ ചെയ്യല്ലോ, കാരണം പേഴ്സണൽ ഉം, ടോക്കാ. ഒരു ഉം, കാരണവശാലും ഒരു ഓഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ പൊതുവായിട്ട് കാണിച്ച അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്നുള്ളത്. ഇനി അല്ലെങ്കിൽ തുറന്നു പറയാം. അരുണുമായിട്ട് ഞാൻ അന്നു മുതലേ സംസാരിക്കുന്ന കാര്യം, പ്രസ്ഥാനം ചെയ്തതിന് ഞാൻ സോറി പറയാണ് അദ്ദേഹത്തോട്. ഉം, പ്രസ്ഥാനത്തിൽ നിന്ന് താങ്കൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിയലി റിയലി സോറി എന്ന രീതിയിൽ തന്നെയാണ് സംസാരം. ഇനി വേറൊരു കാര്യം സവിചേട്ടാ ഞാൻ പറയാം. ഉം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു അദ്ദേഹത്തിന്റെ ഇതില്. ഉം, അതിനകത്ത് ഉം, പറയുന്നത് കുറെ പെന്തക്കോസിൽ നിന്നുള്ള വിഭാഗങ്ങളെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിക്കുന്നതും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും, ദൈവം നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വക കാര്യങ്ങൾക്കെല്ലാം എതിരാ. അതെ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ഉം. അരുണും ഞങ്ങളും തമ്മിൽ ഏതാണ്ട് 80% ഓഫ് 80 അല്ല, കാര്യങ്ങളില് 90% 90% ഓഫ് കാര്യങ്ങളിൽ പെർസെന്റേജ് ഞങ്ങൾ ഒരുപോലെ പോകുന്നു. എഗ്രിമെന്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടറിയാം. ഒരുപക്ഷെ അതെ. അരുൺ വിമർശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉം, അക്കാഡമിക് ആയിട്ട് അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ട് ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. അതെ. നല്ല ശക്തമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തിന് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് എന്താന്ന് എന്റെ ആ ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട്. ഞാൻ സബിൻചാൻ അത് തന്നതാന്ന് തോന്നുന്നു. അയച്ചു തന്നിട്ടുണ്ട്. അതെ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാട്ടോ. ഇത് പറഞ്ഞ ഇങ്ങനെയാണ്: അരുണെ, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ, എനിക്ക് തെളിവിന് വേണ്ട, ഞാൻ പറഞ്ഞ വേണ്ട, നിങ്ങൾക്ക് കേൾപ്പിച്ചു ഉം, തരാം. ധൈര്യമായിട്ട് അരുൺ മുന്നോട്ട് പൊക്കോ. ഇവിടെ ആരും അരുണിനെ ഒന്നും ചെയ്യത്തില്ല. അരുണിന് ധൈര്യമായിട്ട് വിമർശിക്കാം. അരുണിന് ധൈര്യമായിട്ട് തുറന്നു പറയാം. എന്ത് സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള സപ്പോർട്ടല്ല, ഇമോഷണലി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിനകത്ത് തകർന്നു പോകരുത്, നിങ്ങൾ ഡിപ്രസ്ഡ് ആകരുത്, വിഷമിക്കരുത് എന്ന രീതിയിലാണ് അദ്ദേഹത്തോട്. ഇല്ലെങ്കിൽ അരുൺ തന്നെ വന്ന് പറയട്ടെ, ഞാൻ ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അരുൺ പറയട്ടെ. ഉം, അതിന് അരുണ് ലവ് ചിഹ്നത്തിന്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഉം, ആ ആ ഓഡിയോയ്ക്ക് ലവ് ഉം, ചിഹ്നത്തിന്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിന് താഴെ വന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴും ഗോ എഹെഡ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെ. ഇത്രയും കാര്യമായിട്ട് സംസാരിച്ച ഒരു വ്യക്തി ഈ വീഡിയോയിൽ വന്നിരുന്ന് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ഉം. ഇതിന് നമ്മളിന് ഒരു വ്യാഖ്യാനവും കൽപ്പിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള താല്പര്യപ്രകാരമായിരിക്കാം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞെന്ന്. അതായത് സേതു ഇങ്ങനെ കിടന്ന് മെഴുകുന്നുണ്ട്. ആ പദം ഉപയോഗിച്ചിരിക്കും. അത് അതെ. നമുക്ക് കേൾക്കാം അതിനകത്ത്. സേതു ഉം, ഇങ്ങനെ കിടന്ന് മെഴുകുന്നുണ്ട്, ഒന്ന് റിയാക്ട് ചെയ്യുന്ന ആരോണ്ടൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ പ്രകാരം അദ്ദേഹം ചെയ്യുകയാണ്. പക്ഷെ കുറച്ചുകൂടെ എന്തായിരുന്നു, ഒന്ന് ഒരു ഒണിസ്റ്റ് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അരുണെ. കുറച്ചുകൂടെ ഉം, സത്യസന്ധമായിട്ട് അവനവനോട് തന്നെ, നമ്മള് വ്യക്തിപരമായിട്ട് അവനവനോട് തന്നെ നമുക്കൊരു സത്യസന്ധത ഉണ്ടല്ലോ, അത് ഉം, ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അതെനിക്കൊരു വിഷമം ഉണ്ടാക്കിയ കാര്യം. അപ്പം ഇപ്പൊ ഇത് പറയുന്ന സ്ട്രോമാൻ ഫാലസി. ഓക്കെ, അദ്ദേഹം എന്താ പറഞ്ഞത്? പെന്തക്കോസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തിക്താനുഭവം. തിക്താനുഭവം. 2 വട്ടം നിങ്ങൾ കേട്ടല്ലോ, 2 വട്ടം കേട്ടു അതെ. പെന്തക്കോസിൽ നിന്ന് വേണമെങ്കിൽ തിക്താനുഭവം. ഒന്നുകൂടെ അപ്പൊ ചേട്ടാ കേൾപ്പിക്കാമെന്നത്. അത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചോ. ഇത് അതെ, കേട്ടോണ്ട് നമുക്ക് നിങ്ങൾ, ഒന്നുകൂടെ എന്നിട്ട് നമുക്ക് കേൾപ്പിക്കാം. ബാക്കി നോക്കാം. ഞാനത് പറഞ്ഞു. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള വ്യക്തിയാണ്, ഓഡിയോ ഉള്ളതാണ്. എനിക്ക് തിക്താനുഭവങ്ങൾ ഒട്ടും അയച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് തിക്താനുഭവങ്ങൾ പെന്തക്കോസ്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബൈബിള് വായിച്ച് അതിന് പുറത്ത് വന്നതിന് ശേഷമാണ് പെന്തക്കോസ്ത് ഒരു ടോക്സിക് വിശ്വാസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തിക്താനുഭവം കൊണ്ടല്ല എന്നത് വളരെ വ്യക്തമായിട്ടും അയാൾക്ക് അറിയാവുന്നതാണ്. ഇനിയും അയാളോട് മാത്രമല്ലാതെ എൻ്റെ വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, മറ്റു പലർക്കും ഞാൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസിലും വളരെ വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തിക്താനുഭവങ്ങളല്ല എന്നെ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിയത്. നേരെ മറിച്ച് ഞാൻ സ്വയമായി ബൈബിൾ വായിച്ച് ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് പെന്തക്കോസ്ത് ടോക്സിക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൂടി. അപ്പോൾ ഇത് വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സേതു ഷാജി. പക്ഷെ എങ്കിൽ കൂടി മനഃപൂർവ്വം. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം കൂടെ കാണിക്കണം ചെയ്തു ഇതിനകത്ത്. പെന്തക്കോസ്തിന്റെ തിക്താനുഭവം ഇല്ല എന്ന് പറയുന്ന നമ്മുടെ അരുണിന്റെ ചാനൽ നമുക്കൊന്ന് തംബ്നെയില് മാത്രം ഒന്ന് നോക്കാം നമുക്ക് ആദ്യം. തംബ്നെയില് മാത്രം. അതിനകത്ത് തംബ്നെയില് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു 1-2 കാര്യം പറയുവാണേ. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തിക്താനുഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തിക്താനുഭവം ഇല്ല, അതിന്റെ അർത്ഥം ആ പ്രസ്ഥാനവും ഞാനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ലേ? നല്ല ടേംസിൽ എനിക്ക് പോകുന്നതാണ്. തിക്താനുഭവം ഉണ്ടാകുന്നത് എന്റെ ഐഡിയോളജിയും ആ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയും തമ്മിൽ ചേരാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉദിക്കുന്നത്.
അപ്പൊ ഉം. ഞാൻ പറയാ എനിക്ക് പെന്തക്കോസിൽ നിന്ന് യാതൊരു തിക്താനുഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനൊരു സാമാന്യ മലയാളി എങ്ങനെയാ അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. വ്യാഖ്യാനമല്ല. അരുൺ സെഡ് ഉം. വ്യാഖ്യാനമല്ല കേട്ടോ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഉം. പറയുകയാണ്. നിങ്ങൾ എങ്ങനെ ഉം. ഇതിനെ മനസ്സിലാക്കുന്ന മലയാളികൾ? എനിക്ക് ഉം. തിക്താനുഭവം ഇല്ലെന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല ആ പ്രസ്ഥാനത്തിൽ. ഉം. ഐ ഉം. ആം വെരി ഹാപ്പി. അതല്ലേ എന്റെ അർത്ഥം. അതെ. അതാണ് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് അവരോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് പുറത്തു അതിനോട് വന്നു. ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ പ്രസ്ഥാനത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീരസം തോന്നേണ്ട ആവശ്യമുണ്ടോ? കാരണം എനിക്ക് പേഴ്സണലി എന്നെ ഒന്നും ഹേർട്ട് ചെയ്തിട്ടില്ല. അതാണല്ലോ തിക്താനുഭവം എന്ന് പറഞ്ഞാല്. ബാഡ് എക്സ്പീരിയൻസ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. നമ്മൾ വളരെ അതെ. സിമ്പിൾ ടൈമിൽ പറയാണ് ബാഡ് എക്സ്പീരിയൻസ്. എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിനോട് ഞാൻ എന്തിനാണ്, എനിക്ക് ഒരു പേഴ്സണൽ വെഞ്ചൻസ് വരേണ്ട ആവശ്യമില്ല. ആ പ്രസ്ഥാനത്തിനോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരേണ്ട ആവശ്യമില്ല. യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല. ഇതല്ലേ ഇതിന്റെ ഒരു അതെ. സ്വാഭാവികമായിട്ട് നമുക്ക് അതെ. മനസ്സിലാവും. നമുക്കിനി അവിടെ അദ്ദേഹത്തിന് അതെ പറഞ്ഞോ അദ്ദേഹത്തിന്റെ പറഞ്ഞോ ചാനലിലേക്ക് ഒന്ന് പോവാം. ചാനലിലേക്ക് പോവാൻ നിങ്ങൾ തംബ്നെയിൽ കാണേ. നിങ്ങൾ ഇത് തിക്താനുഭവം കാണണം. ഇല്ല എന്ന് പറയുന്ന തിക്താനുഭവം അദ്ദേഹത്തിന്റെ ഇല്ല, പെന്തക്കോസ്റ്റിൽ നിന്ന് തിക്താനുഭവം ഇല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ തുടക്കം മുതലുള്ള വീഡിയോസ് എല്ലാം തംബ്നെയിലുകൾ തന്നെ നിങ്ങൾ കാണണം. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. യെസ്, നമുക്ക് അതിന്റെ ഏറ്റവും ലാസ്റ്റ് നോക്കി പെന്തക്കോസ് വിശ്വാസം എന്ന മാനസിക അടിമത്തം. അതെങ്ങനെയാണ് അരുണിന് അത് മനസ്സിലായത്? അരുൺ ബൈബിൾ വായിച്ചിട്ട് പുറത്തിറങ്ങി നിന്ന് നോക്കിയപ്പോഴാണ് പെന്തക്കോസ് വിശ്വാസം മാനസിക അടിമത്തമാണെന്ന് മനസ്സിലായത്. അപ്പൊ പെന്തക്കോസിൽ നിന്ന് യാതൊരു തിക്താനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷെ പെന്തക്കോസ് എന്ന് പറയുന്ന മാനസിക അടിമത്തമാണ്. പിന്നെ പെന്തക്കോസ്ത് മണ്ടൻ അന്ധവിശ്വാസങ്ങളുടെ ലോകം. അതും ബൈബിൾ വായിച്ചപ്പോഴാണ് ഏറ്റവും വലിയൊരു ഇതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം എന്നറിയോ? ബൈബിൾ വായിച്ചപ്പോൾ, ഇത് ശ്രദ്ധിക്കണേ, ഇങ്ങനല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. ബൈബിൾ വായിച്ചപ്പോൾ പെന്തക്കോസ് വിശ്വാസം ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. ഓക്കെ. ഞാൻ തിരിച്ചറിയുന്ന വിശ്വാസത്തെ വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തിക്താനുഭവങ്ങളല്ല എന്നെ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിയത്. നേരെ മറിച്ച് ഞാൻ സ്വയമായി ബൈബിൾ വായിച്ച് ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് പെന്തക്കോസ്ത് ടോക്സിക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൂടി. അപ്പോൾ ഓക്കെ ഇതെങ്ങനെ എനിക്ക് ലോജിക്ക് പിടികിട്ടുന്നേ ഇല്ല. നമ്മൾ ഇദ്ദേഹത്തിന്റെ കാണുന്ന വീഡിയോ, ഈ വീഡിയോ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് എന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ ആത്മഹത്യയിലെത്തി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചോട്ടെ. പറഞ്ഞു. അതായത് ഒരു ആശയപരമായി ഡിഫറൻസ് ഉണ്ടായി. അതായത് ബൈബിൾ വായിച്ച് മനസ്സിലാക്കി പുറത്തു വന്ന ഒരാൾക്ക് ലോജിക്കലി ബൈബിളിനെ അല്ലേ എന്താ പറയാ എതിർക്കേണ്ടത്? അതിനകത്ത് കോൺട്രഡിക്ഷൻസ്, അതായത് ലോജിക്കൽ കോൺഫ്ലിക്റ്റ് ഞാൻ പറയാവേ. ബൈബിൾ വായിച്ചപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസം ടോക്സിക് ആണെന്ന് തോന്നിയെങ്കിൽ ബൈബിളിനകത്തുനിന്ന് ഇദ്ദേഹത്തിന് എന്തോ ഒരു വെളിപ്പാട് കിട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ബൈബിളും പെന്തക്കോസും തമ്മിൽ ചേരുന്നില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാകണ്ടേ? അതല്ലേ ലോജിക്കൽ എന്ന് പറയുന്നത്. അതാണ് ലോജിക്കൽ. ഇത് ഞാൻ ചോദിക്കുക, അങ്ങനാണോ ഉദ്ദേശിക്കുന്നത്? ഇനി 2, ബൈബിൾ വായിച്ചിട്ട് ബൈബിൾ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ പെന്തക്കോസ് ടോക്സിക് ആണെന്ന് മനസ്സിലായെന്ന്. അതെന്ത് പരിപാടിയാ? ബൈബിൾ വായിച്ച് ബൈബിൾ തെറ്റാണെന്ന് തോന്നിയപ്പോൾ പെന്തക്കോസ്ത് ടോക്സിക് ആണ്. പക്ഷെ ബൈബിൾ വായിച്ച് ബൈബിൾ തെറ്റാണെന്ന് തോന്നുമ്പോൾ പെന്തക്കോസ് മാത്രമല്ലല്ലോ ടോക്സിക് ആണെന്ന് മനസ്സിലാകേണ്ടത്. പെന്തക്കോസ് മാത്രമല്ലല്ലോ ബൈബിൾ ഉപയോഗിക്കുന്നത്. അപ്പം സർജനം പറയുന്ന അൾട്ടിമേറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എതിർക്കേണ്ടത് ബൈബിളിനെയല്ലേ? കാരണം ബൈബിള് തെറ്റായതുകൊണ്ടാണല്ലോ പെന്തക്കോസുകാർ അത് ഉപയോഗിച്ച് തെറ്റിപ്പോകുന്നത്. അങ്ങനെ വരുമ്പോ പെന്തക്കോസുകാരല്ലല്ലോ തെറ്റുകാര്. അതല്ലേ എന്റെ ലോജിക്ക്. അതായത് മദ്യപിക്കുന്നത് മോശമാണ്. മദ്യപിച്ച് ചീത്ത വിളിക്കുകയും അടി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. അപ്പോൾ മദ്യപാനം മോശമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വ്യക്തി മദ്യപിക്കുന്ന ആളെയാണോ പറയേണ്ടത്, മദ്യപാനത്തെയാണോ എതിർക്കേണ്ടത്? മദ്യത്തെയാണോ എതിർക്കേണ്ടത്?
ഞാൻ ഇവരുടെ പേഴ്സ്പെക്റ്റീവ് നിന്നോണ്ട് ഈ പറയുന്നത്. ഉം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ബൈബിളിനെയാണ് എന്ത് ചെയ്യേണ്ടത്? എതിർക്കേണ്ടതും എതിർക്കേണ്ടത്. വിമർശിക്കേണ്ടതും. ഉം. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ അരുണിന്റെ അദ്ദേഹത്തിന്റെ ഒരു ചാനൽ കാണിക്കാം. 90% 90% സംഭവങ്ങളും ഇതിനകത്ത് 90% തമ്മിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാപട്യം നിറഞ്ഞ യഹോവ. പിന്നെ എന്താണ് അല്ലല്ല, അത് കാപട്യം നിറഞ്ഞ പെന്തക്കോസ്ത് യഹോവ മതം. എന്ന് പറയുന്നത് പെന്തക്കോസ് ഭാഷത്തിൽ ഈ സംസാരിക്കുന്ന മുഴുവൻ ഓക്കെ. പെന്തക്കോസുകാര് പറഞ്ഞ ആ രീതിയിൽ. ഓക്കെ, ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട് നോക്കിയാല് സഞ്ജന. പിന്നെ ഇത് നോക്കിയാൽ മുഴുവൻ പെന്തക്കോസിനെതിരെയുള്ള എന്താണ് വീഡിയോസ് ആണ്. അദ്ദേഹം പറഞ്ഞോട്ടെ, പെന്തക്കോസിനെ പറഞ്ഞോട്ടെ, അതല്ല നമ്മുടെ അല്ല, പ്രശ്നം. നമുക്കത് വിഷയമൊന്നുമല്ല. നിങ്ങൾ ആ. ധൈര്യമായിട്ട് പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും പറയാം, അത് വിഷയമൊന്നുമില്ല. പക്ഷേ തിക്താനുഭവം ഇല്ലാത്ത നമുക്ക് ആ ഒരാള് ഒരു ഞാൻ ചോദിച്ചോട്ടെ, പെന്തക്കോസിനെ ആ ടാർഗറ്റ് തമ്മില് ചെയ്യുന്നത് എനിക്ക് മാത്രം, മനസ്സിലാവുന്നില്ല. പെന്തക്കോസിന്റെ തമ്മില് മാത്രം നമുക്കൊന്ന് നോക്കിയാലോ? പെന്തക്കോസിന്റെ ആ, തമ്മിൽ എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത് നോക്കാം. അദ്ദേഹം അതിൽ പറയുന്നത് ഏറ്റവും ആദ്യം കാണിച്ചിരിക്കുന്നത് പെന്തക്കോസ് എന്ന മാനസിക അടിമത്തം. ഓക്കെ, ഒന്ന്. അടിമത്തം. ഉം. ഇനി പിന്നെ രണ്ട്, സ്വന്തം ചോയ്സ് ആണോ അത് പെന്തക്കോസിനെതിരെ അല്ല, മുന്തിയ ഇനം പെന്തക്കോസ് എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസം. അത് മണ്ടൻ ഇനി അന്ധവിശ്വാസങ്ങളുടെ ലോകം, പ്രേതവും അതെ ഭൂതവും അതെ അതെ, പെന്തക്കോസും, പ്രേതവും ഭൂതവും പെന്തക്കോസും. പ്രവചന ഇനി സിംഹങ്ങളുടെ സൈക്കോളജിക്കൽ പെന്തക്കോസ്, മാനിപ്പുലേഷൻ ഇല്ലെങ്കിൽ പെന്തക്കോസ് ഇല്ല. പെന്തക്കോസ് ഇല്ല. ഇനി പിന്നെ മുകളിലോട്ട് യുക്തിക്ക് നിരക്കാത്ത ദൈവം, യുക്തിക്ക് നിരക്ക്, അതൊക്കെ പോട്ടെ. ദൈവത്തെ നോർത്ത് ഇന്ത്യൻ പാമ്പ് പറ. പെന്തക്കോസിന് ഹറാമായ ഓണം, വീണ്ടും ഗോഡ് വരുമ്പോ ഈസ് പ്ലസ് യൂസ്ലെസ്. പെന്തക്കോസ് ഇസിക്കൽ ടു ചൈൽഡ് അബ്യൂസ്. എനിക്കത് മനസ്സിലാവുന്നില്ല. ആ വീണ്ടും ആ വരവ് പ്ലസ് ആ പെന്തക്കോസ് പദത്തിന്റെ ഒക്കെ ചൈൽഡ് അർത്ഥം അബ്യൂസ്. അരുണിനെ നല്ലപോലെ അറിയാം. അരുണ് അറിയാത്ത ആളൊന്നുമല്ല, നല്ല വിവരമുള്ള ആളാണ് അരുൺ. പിന്നെ പീഡന കണ്ടോ, അവിടെ നോക്കി, അവിടെ നോക്കി, വീരന്മാര്, അവിടെ കണ്ടോ, പീഡന പീഡന വീരന്മാര് വീരന്മാരുടെ പെന്തക്കോസ്. പെന്തക്കോസ്. നിങ്ങൾ അരുണെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അരുൺ അടക്കമുള്ള നിയോ എയ്ത്തീസ്റ്റുകള്, നവ ഈ നിരീശ്വരവാദികള്, നിങ്ങള് ഭയങ്കര കാര്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, മറ്റുള്ളവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾ വാതോരാതെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ LGBTQ+ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവരെ ഉദ്ധരിക്കുക, പിന്നെ വിമൻസ് ലിബറേഷനെ കുറിച്ച് സംസാരിക്കുക, ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുക, സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുടെ ശബ്ദമായി നിങ്ങൾ നിൽക്കുന്നത്. അതായത് ദൈവവും പ്രസ്ഥാനങ്ങളും മാർജിനലൈസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ പറയാതെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തിക്താനുഭവം കിട്ടിയിട്ടില്ല എന്ന് അരുൺ ഈ പറയുമ്പോൾ, പീഡന വീരന്മാരുടെ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ച്, അതായത് ഈ സമൂഹത്തിൽ കുട്ടികളുണ്ട്. അരുൺ ശ്രദ്ധിക്കണം. അരുണ് ഇടയ്ക്ക് വന്നിട്ട് പഴയ നിയമത്തിൽ എടുത്തിട്ട് അമാലേക്യരുടെ ശിശുക്കളെ പോലും കൊല്ലുവാൻ കൽപ്പിച്ച സൈക്കോയായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു. അതിനകത്ത് നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മളും അതിനെ വിമർശിക്കുന്ന ആ പർട്ടിക്കുലർ പോയിന്റിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല ആ കാര്യത്തിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുട്ടികളുള്ള, സ്ത്രീകളുള്ള, പ്രായമായവരുള്ള, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുള്ള, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുള്ള, അങ്ങനെ നിരവധി ജീവിതത്തിന്റെ നിരവധി തട്ടുകളിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പെന്തക്കോസ്റ്റൽ സമൂഹത്തെ മുഴുവനായിട്ട് എങ്ങനെയാണ് അരുണിനെ പോലുള്ള ഒരു ഫ്രീ തിങ്കർ എങ്ങനെയാണ് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? അരുണെ, പീഡന വീരന്മാരുടെ പെന്തക്കോസ്, നിങ്ങൾക്കത് എങ്ങനെയാ, നിങ്ങളത് എങ്ങനെയാ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? നിങ്ങൾ ആരെയാണ് ഇത് എടുത്ത് പറയുന്നത്? അപ്പം ഏറ്റവും വലിയ ഒരു ഇരട്ടത്താപ്പല്ലേ അരുൺ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അരുൺ പറയുന്നത് ഇത് മുഴുവൻ വിശ്വാസികളുടെ കുഴപ്പമാണ്, വിശ്വാസികൾ എങ്ങനെ ചെയ്യുന്നത്, വിശ്വാസികളാണ് ജനറലൈസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അരുൺ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അരുൺ ഇപ്പം മനസ്സിലാകത്തില്ല. കുറച്ചു നാൾ കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു തലമുറ അരുണിന്റെ അടുത്ത് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അന്ന് അരുൺ ഇതിന് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് കാണാം. നമുക്ക് നോക്കാം. പിന്നെ അങ്ങോട്ട് ജാതിയുടെ സ്വന്തം പെന്തക്കോസ്ത്, സ്ത്രീ വിരുദ്ധതയാണ് സാറേ പെന്തക്കോസ്തിന്റെ മെയിൻ. പിന്നെ കൊടിത്തോട്ടം പെന്തക്കോസിന് എന്ത് മെന്റൽ ഹെൽത്ത്? പെന്തക്കോസിന് മെന്റൽ ഹെൽത്ത് വെച്ച് പിന്നെ കണ്ടോ, ഇതിനകത്തൊരു ടാക്ടിക്സ് ഉണ്ട് കേട്ടോ അരുണിന്. ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ, പെന്തക്കോസിനെ കുറിച്ചുള്ള വിമർശനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഇദ്ദേഹം ചെല്ലുക. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3-4 വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 3 വീഡിയോളം ചെയ്തിട്ടുണ്ട്.
സൃഷ്ടിക്കുന്നു. അവിടെ നോക്കിയ മൊണ്ണകളെ സൃഷ്ടിക്കുന്ന ദൈവം. അതെന്താ മൊണ്ണകളെ അരുണെ സംഭവം? സൃഷ്ടിക്കുന്നു. ഈ മൊണ്ണകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എനിക്ക് മനസ്സിലാവാത്ത എന്തൊരു ഇതില് ലിബറൽ ചിന്താഗതിക്കാരനല്ലേ? അത് മാത്രമല്ല സേതു, ഈ കമ്മ്യൂണിറ്റിയില് എല്ലാ തലത്തിലും, അതായത് പല ഡിപ്പാർട്ട്മെന്റുകളില്, പോലീസില്, ആർമിയില്, അതുപോലെ പല തലങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ഉണ്ട്. IAS നല്ല ഉണ്ട്, IPS ഉണ്ട്, IAS-കാരുണ്ട്, IPS ഉണ്ട്. മന്ത്രിമാരുണ്ട്, MLA ഉണ്ട്, ഇവരെല്ലാം മൊണ്ണകൾ എന്നാണ് ആരോട് ഡോക്ടേഴ്സ് പറയുന്നത്. ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഉം. ഇവരെല്ലാം നമ്മുടെ അരുണിന്റെ കാഴ്ചപ്പാടിൽ മൊണ്ണകളാണ്. ആ പദമൊക്കെ നിങ്ങൾ നമ്മളുൾപ്പെടെ ശ്രദ്ധിച്ചു. ഒരു ലിബറൽ, നമ്മളുൾപ്പെടെ നിങ്ങൾ നമ്മൾ എന്ത് ഇതിൽ ആശയം ഉൾപ്പെടുന്ന ആൾക്കാരാണല്ലോ. അല്ല ഇവരെന്ത് തരത്തിലുള്ള ഒരു മൊറാലിറ്റിയാണ്, മോറൽ കോഡാണ് ഇവർ പുതിയൊരു തലമുറയ്ക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇവര് അടിസ്ഥാനപരമായിട്ട് റിലീജിയൻ മോശമാണ്, അടിസ്ഥാനപരമായിട്ട് പെന്തക്കോസ് മോശമാണ്, ഈവിളാണ്, സൊസൈറ്റിക്ക് ത്രെട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഇവര് ഇങ്ങനെ പറയുന്നതിലൂടെ ഇവര് പുതിയ തലമുറയ്ക്ക്, നിങ്ങളിലേക്ക് എത്തുന്ന പുതിയ തലമുറ, അല്ലെ നിരീശ്വരവാദത്തിൽ വളരുന്ന പുതിയ തലമുറ, നിങ്ങൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്? ഇങ്ങനെയാണോ വിമർശിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ? ഒരുപക്ഷെ അരുൺ, ഒരു കാര്യം പറയാം. നമ്മൾ ഈ ടൈറ്റിൽ മാത്രം കണ്ട് ജഡ്ജ് ചെയ്യാന്ന് വേണേ പറയാറുണ്ട്, നമ്മൾ വീഡിയോ കാണുന്നില്ല. പക്ഷെ അരുൺ അതെ അതെ, അങ്ങനെ അരുണിന്റെ വേണേ എല്ലാ ആരോപണം ഉന്നയിക്കാം. വീഡിയോസും ഞങ്ങൾ കാണും. ഇതിപ്പോ നമുക്ക് ഇപ്പൊ അരുൺ അതിനകത്ത് പറയുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്, രസമാണ്. അരുണിന്റെ ഇപ്പൊ എല്ലാ വീഡിയോ എടുത്ത് ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. അത് മാത്രമല്ല, അത് എത്ര നേരം പോകും, അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ തംബ്നെയിലിട്ട ആ വീഡിയോക്കകത്ത് കയറി നോക്കിയാൽ മതി അദ്ദേഹം എന്താ പറയുന്നത്. അപ്പൊ രണ്ട് കാര്യമുണ്ട് സംശയം. വേറെ കാര്യമുണ്ട്, തംബ്നെയിലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതല്ല വീഡിയോയിൽ പറയുന്നതെങ്കിൽ അതിലും വലിയ സ്കാം ഉണ്ടോ? അതെ അതെ അതെ, ക്ലിക്ക് ബൈറ്റ്. ക്ലിക്ക് ബൈറ്റ് അത് നമ്മളും ചെയ്യുന്നതാ. ചില ക്ലിക്ക് ബൈറ്റുകളൊക്കെ നമ്മളും ചെയ്യും. പക്ഷെ ഇത് സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങ് ആക്കിയാലോ? ശരി, ചിലത് നമുക്ക് സർക്കാസ്റ്റിക് ആയിട്ട് എടുക്കാം, ഓക്കെ. പക്ഷേ എല്ലാ വീഡിയോസിനും തംബ്നെയിൽ ഇട്ടിട്ട് ഇതിനകത്ത് ഓപ്പോസിറ്റ് ആണ് പറയുന്നതെങ്കിൽ അത് വലിയ സ്കാമാ. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. അരുൺ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാടുണ്ട്. ബാക്കി വീഡിയോസുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ പെന്തക്കോസ്റ്റിനെ കുറിച്ചാണ്. പെന്തക്കോസ്റ്റ് ചില പാസ്റ്റേഴ്സിനെ വിമർശിക്കുന്നതുണ്ട്. ജെട്ടിവിരുദ്ധ പെന്തക്കോസ്. അതെ അതെ അതെ, ജെട്ടിവിരുദ്ധ പെന്തക്കോസ്. അതെ, പെന്തക്കോസ് സവർക്കർ, ദൈവനാമത്തിൽ കൊല്ലുന്നവർ. ആ ക്ലിക്ക് ബൈറ്റ് നോക്കി, ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച് കൊടുത്തോട്ടം എങ്ങനെ ഇരിക്കുന്നു? പെന്തക്കോസും മാപ്പ് പറയുക, അടിമത്തവും, കൂട്ടത്തിലുള്ളാണ്ട് അത് ബൈബിൾ സത്യമാണോ? നല്ല ഒരു ടോപ്പിക്കാ. അങ്ങനൊക്കെ സംസാരിക്കേ. നിങ്ങൾ ബൈബിളിനെ വിമർശിച്ചോളൂ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, തരികിട പ്രവാചകന്മാർ, അത് ഞാൻ എന്റെ വീഡിയോ ഇതിനകത്ത് നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇത് നമ്മൾ ചെയ്ത വീഡിയോ 24-ലെ ഇത് നമ്മുടെ നമ്മൾ ചെയ്ത വീഡിയോസ് ഉണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തോട്ടം യൂണിവേഴ്സ് ആൻഡ് ഫ്രീ വില്ലാണ് നമ്മൾ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി അപ്പൊ ഇത് തംബ്നെയിൽ ഓക്കെ ആണല്ലോ. ഇത് കണ്ടപ്പോ ഇത്രയും തന്നെ കണ്ടപ്പം ബോധമുള്ള കാഴ്ചക്കാർക്ക് നല്ല രീതിയിൽ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. അല്ല, ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ പറ്റും. നമ്മൾ പ്രധാനമായിട്ടും പറയാൻ വന്നിരുന്ന ഒരു വീഡിയോ, അത് ഈ വീഡിയോ ആണ്. എന്നെ ആത്മഹത്യയിൽ എത്തിച്ച പെന്തക്കോസ്ത്. ഞാൻ അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് എന്താണ്, എനിക്ക് പെന്തക്കോസിൽ നിന്ന് യാതൊരു തിക്താനുഭവം ഇല്ല. അപ്പൊ പിന്നെ ഈ തംബ്നെയിലിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. ആ വീഡിയോ ആത്മാർത്ഥമായിട്ട് വളരെയധികം വിഷമിച്ചു. ജെന്യുവൻ ആയിട്ടുള്ള സങ്കടം ഉണ്ടായി. കാരണം നിന്ന് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടാകുക, അതും അദ്ദേഹം ആത്മഹത്യയിലേക്കും, അതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിപ്രഷനും. ആ വീഡിയോ പബ്ലിക്കാണ്, നമുക്കത് പറയുന്നതിനകത്ത് കുഴപ്പമില്ലല്ലോ. ആ വീഡിയോക്കകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം ഡിപ്രഷനിലേക്ക് കടന്നുപോയി. അദ്ദേഹം അതിനുശേഷം മരുന്നെടുത്തതിന് ശേഷവും ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു, അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. അതിനൊക്കെയും കാരണം പെന്തക്കോസ്റ്റിൽ നിന്നുണ്ടായ ആ ഒരു ടോർച്ചർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷവും ഓക്കെ ചേട്ടാ, ഇവിടുന്ന് ഒരു കാര്യത്തിലേക്ക് ഞാൻ ഒന്ന് പോക്കോട്ടെ, പെട്ടെന്നൊന്ന് ജമ്പ് ചെയ്യുവാണേ. അതായത് ഈ എന്നെ ട്രോൾ ചെയ്യുന്ന വീഡിയോ ഇല്ലേ, അതൊന്ന് എടുക്കാവോ? ജസ്റ്റ് ആ ഭാഗം, നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം. അതില് ഒരു
കമന്റ് ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്. ഓക്കെ, ആ കമന്റ് ഒന്ന് ജസ്റ്റ് എടുക്കാൻ പറ്റുമോ? അതില് ഈ അരുൺ റിപ്ലൈ കൊടുക്കുന്നതാണ്, ആ ഭാഗത്തുള്ളൊന്ന് എടുക്കണം. മോൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത്. നല്ല വളരെ എടുത്താൽ ചിലപ്പോൾ കിട്ടും. ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഉണ്ട്, പക്ഷെ അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ താഴത്തെ ഞാൻ ഇപ്പോൾ വന്നിരുന്നു, നിങ്ങൾ ഇപ്പോൾ വന്നിരുന്ന് പറയുന്നു തനിക്ക് അതൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്കൊന്ന് വായിച്ചാലോ? താൻ ഇപ്പോൾ വന്നിരുന്നു പറയുന്നു തനിക്ക് പെന്തക്കോസ്തിൽ നിന്നൊരു തിക്താനുഭവം ഉണ്ടായിട്ടില്ലെന്ന്. ഇതേ തന്റെ മറ്റൊരു വീഡിയോയിൽ തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നും ഞാൻ മാനസികമായി വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്നൊക്കെ വീമ്പ് പറയുന്നത് കേട്ടല്ലോ. ശരിക്കും അപ്പൊ നമ്മുടെ കുഴപ്പമല്ല അങ്ങനെ ധരിച്ചത്, ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ മനസ്സിലായിരിക്കുന്നത്. അതായത് ആ ഒരു തംബ്നെയിലിലൂടെ നമുക്ക് മനസ്സിലാകുന്ന, ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള അരിയാഹാരം തിന്നുന്ന ഒരു മലയാളിക്ക് മനസ്സിലാകുന്നത് പെന്തക്കോസ്ത് ഇദ്ദേഹത്തെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു എന്ന് തന്നെയാണ് അതിനകത്തുനിന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, താഴോട്ട്. ശരിക്കും തന്റെ പ്രശ്നം എന്താ? പിന്നെ താൻ ബൈബിൾ വായിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നതിലും പൊളിയാണ്. താൻ കഴിഞ്ഞ ദിവസം സുവിശേഷങ്ങളിലെ തെറ്റുകുറ്റങ്ങളെന്നും പറഞ്ഞ് അവതരിപ്പിച്ച ഒരു വീഡിയോയിൽ താൻ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതി കണ്ടാൽ 100% മനസ്സിലാകും ഏതൊക്കെയോ അറ്റവും മുറിയും വായിച്ചിട്ടും സംസാരിക്കുന്നതാണെന്ന്. പിന്നെ തന്റെ തംബ്നെയിലിൽ താൻ കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രം തന്റെ സ്വഭാവം 100% വെളിപ്പെടുത്തുന്നു. നിങ്ങൾ വിമർശിക്കുന്ന വ്യക്തി നിങ്ങളെ പറ്റി ഇങ്ങനെ ചിത്രീകരിച്ചില്ല, അതൊക്കെ പോട്ടെ. നമ്മളെ പക്ഷെ നിങ്ങൾ വളരെ സൗമ്യമായ ഭാഷയിലാണ്. ഇനി ഇദ്ദേഹത്തിന്റെ റിപ്ലൈ നമുക്ക് നോക്കാവേ. ഇതിന്റെ ഒരു ഏകദേശം രത്നച്ചുരുക്കം മനസ്സിലായി കാണുമല്ലോ. ഇതിന്റെ റിപ്ലൈയില് അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. ചെവി കൊണ്ട് തന്നെ അല്ലേ കേൾക്കുന്നത്. ഞാൻ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണം പെന്തക്കോസ്ത് തിക്താനുഭവമാണെന്നാണ് സേതു പറയുന്നത്. ഞാൻ പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച്. അപ്പം അരുണിന് തിക്താനുഭവം ഉണ്ടായിരുന്നു, പെന്തക്കോസിന് തിക്താനുഭവം ഉണ്ടായിരുന്നു, സേതു ആണെന്ന് പറയുന്നത്. എന്തോ ഇതിന് മറുപടി അല്ല, ഇത് ഞാനിത് കുറെ നേരം ഇത് വായിച്ചിട്ട് ഞാൻ 3-4 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ഉണ്ടല്ലോ, എന്നെ ഈ തംബ്നെയിൽ ഞാനാ ചെയ്തു കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്തോ ഇതിന് പറയണ്ടേ? നിങ്ങൾ കേൾക്കുന്ന ഞാൻ അത് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ ആരുടെ സൈഡ് ചേരണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞെന്ന്, അതായത് പെന്തക്കോസിൽ നിന്ന് അരുണിന് തിക്താനുഭവം ഉണ്ടായെന്ന് സേതു പറഞ്ഞെന്ന്. അരുണെ അരുൺ എഴുതി വെച്ചിരിക്കുന്നത്? അരുൺ എങ്ങനെ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അല്ലാതെ ഞാൻ ഡിപ്രഷനിൽ എത്തുവാൻ കാരണമായത് എന്തെന്നല്ല ചോദ്യം. ഇത് കണ്ടോ, ഇതിന് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആ വീഡിയോക്കകത്ത് ഞാൻ വീഡിയോ കേൾപ്പിക്കാം, നമുക്ക് ആ വീഡിയോ കേൾപ്പിച്ചു കൊടുക്കാം. അതിന്റെ ബാക്കിയുണ്ട് സഞ്ജേട്ടാ, അതിന്റെ ബാക്കിയുണ്ട്. അതിന്റെ ബാക്കിയുണ്ട്. റീഡ് മോർ എന്നുള്ളത് എടുത്താൽ കാണും. റീഡ് മോർ, അതായത് പുള്ളിയുടെ തന്നെ റിപ്ലൈയില് റീഡ് മോർ നോക്കിയാൽ മതി. പിന്നെ സൗമ്യമായ ഭാഷ, പാസ്റ്റർമാരുടെ കുത്തുപ്രസംഗം പോലെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്കി സംസാരിക്കാൻ നിങ്ങൾ പെന്തോകൾ പണ്ടേ മിടുക്കന്മാരാണല്ലോ. അത് തന്നെയാണ് സേതുവും ചെയ്യുന്നത്. ഈ ആദ്യമേ പറഞ്ഞു ഞാൻ സ്ട്രോമാൻ ഫാലസിയാണ് ചെയ്യുന്നതെന്ന്. ഇതിനെന്ത് പേരാ പറയുന്നേ? ഇതിനെന്ത് പേരാ കൊടുക്കണ്ടേ? ഈ വേറെന്തേലും പുതിയ ഫാലസീനെയും വല്ലതും ഉണ്ടോ ഞാൻ കൊടുക്കാം. അല്ല, ഞാൻ എന്തോ പറയുന്നതിന്. സ്ട്രോമാൻ ഫാലസിയുടെ വക്താവാണ് സേതു എന്ന് പറഞ്ഞ വ്യക്തി ഒരു കമന്റിൽ വന്ന് ചെയ്തിരിക്കുന്ന പരിപാടി നോക്കി. സേതു ഒളിഞ്ഞും തെളിഞ്ഞും. ഞാൻ ഒളിഞ്ഞല്ല അരുണെ, ഞാൻ വളരെ തെളിവായിട്ട് തന്നെയാണ് അരുണിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ അരുൺ എങ്ങനൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ചെകഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും ഒരു കുത്തുവാക്കോ അനാവശ്യമായ ഒരു ഭാഷയോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്കോ ഞാൻ നടത്തിയിട്ടില്ല. അത് അരുണിന് നല്ലതുപോലെ അറിയാം. അപ്പൊ ഇതിനെന്നാ സവിൻ ചേട്ടാ നമ്മൾ മറുപടി കൊടുക്കണ്ടേ? എനിക്കറിയില്ല ഇതിപ്പോ എന്ത് മറുപടി പറയാനാ. പക്ഷെ അതിന് ആ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന മറുപടി കണ്ടോ? അതിന് ആ മനുഷ്യൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ഇരട്ടത്താപ്പ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇരട്ടത്താപ്പും വ്യാജവും ഉടായിപ്പുമാണല്ലോ എന്ന് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതിൽ കൂടുതൽ എന്ത് മറുപടി കൊടുക്കാനായി?
വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, ഇദ്ദേഹത്തിന്റെ കമന്റിൽ തന്നെ എല്ലാം ഉണ്ട്. അവർ കമന്റ് എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അത് നല്ല അടിപൊളി റിയാക്ഷൻ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതെ, അപ്പം നമുക്ക് തിക്താനുഭവം കിട്ടാത്ത ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? തിക്താനുഭവത്തിന്റെ വീഡിയോ അല്ലേ? എനിക്ക് തിക്താനുഭവങ്ങൾ പെന്തക്കോസ്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബൈബിള് വായിച്ച് അതിന് പുറത്ത് വന്നതിന് ശേഷമാണ് പെന്തക്കോസ്ത് ഒരു ടോക്സിക് വിശ്വാസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തിക്താനുഭവം കൊണ്ടല്ല എന്നത് വളരെ വ്യക്തമായിട്ടും അയാൾക്ക് അറിയാവുന്നതാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിശ്വാസം ഒരു അതിതീവ്ര വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്ത് ആണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിശ്വാസം ഒരു അതിതീവ്ര വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്ത് ആണ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്ത് ആണ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്ത് ആണ്. വീഡിയോ ഇറ്റ്സെൽഫ് സെഡ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ പെന്തക്കോസ് തിക്താനുഭവം അല്ലെന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഈ ഒരു ചോദ്യത്തിനൊന്ന് ലോജിക്കലായിട്ട്, ഇതിനെങ്കിലും ഒന്ന് അരുൺ ലോജിക്കലായിട്ട് വ്യാഖ്യാനമില്ലാതെ ലോജിക്കലായിട്ട് ഒന്ന് മറുപടി തരണം. നമ്മള് വ്യാഖ്യാനിച്ച് മെഴുകുകയാണ് സേതു എന്നാണ് നമ്മൾ വ്യാഖ്യാനിച്ച് മെഴുകുക. ഓക്കെ, നമ്മൾ വ്യാഖ്യാനിച്ച് നമ്മൾ വ്യാഖ്യാന ഫാക്ടറി ആണ്. ഓക്കെ, എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. സ്ട്രോമാൻ ഫാലസി കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. വ്യാഖ്യാന ഫാക്ടറി ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അരുണിന് തിക്താനുഭവം ഇല്ലെങ്കിൽ അരുൺ സ്റ്റോക്ക്ഹോം ഹില്ലിന്റെ മുകളിൽ നിന്ന് കഴുത്തിൽ പെന്തക്കോസ്താണ് എന്റെ മരണത്തിന് കാരണമെന്ന് എഴുതി വെക്കുന്ന ആ ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന പെന്തക്കോസിൽ നിന്ന് ശ്രദ്ധിച്ചോണം. ക്രിസ്തു അല്ല, ബൈബിൾ അല്ല, ക്രിസ്തീയ പ്രസ്ഥാനങ്ങളല്ല, പെന്തക്കോസ്താണ് എന്റെ മരണത്തിന് കാരണമെന്ന് എഴുതി വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഒരുങ്ങിയ മനുഷ്യനായ നിങ്ങൾ ഇപ്പോൾ വന്നിരുന്ന് പറയുകയാണ് എനിക്ക് തിക്താനുഭവം ഇല്ല. നിങ്ങളിൽ ഏതിനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന ഏത് പോയിന്റിനെ അരുണിന്റെ 4250 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 4.25K ആണ് അരുണിന്റെ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, 4250 സബ്സ്ക്രൈബേഴ്സ്. ഈ 4250 പേരെയും അരുൺ കബളിപ്പിക്കുകയല്ലേ ശരിക്കും? ഈ ഒരു ഇങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടിട്ട് താങ്കൾ ഈ പറയുന്ന ഭാഗവും കഴിഞ്ഞ വീഡിയോയിൽ താങ്കൾ പറയുന്ന ഭാഗവും കൂടെ ചേർത്ത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് നിരീശ്വരവാദിയാകട്ടെ, വിശ്വാസിയാകട്ടെ, പെന്തക്കോസുകാരനാകട്ടെ, താങ്കൾ ശരിക്കും കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, സബിൻചേട്ടന്റെ അഭിപ്രായം എന്ത്? ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ രണ്ട് സ്ട്രേറ്റ് അപ്പ് ലൈ ആണ് നമ്മളിപ്പോ കണ്ടത് അല്ലേ? അരുൺ ആ വീഡിയോയിൽ പറഞ്ഞു പെന്തക്കോസ്ത് അല്ല, പെന്തക്കോസ്തിൽ നിന്ന് എനിക്ക് തിക്താനുഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഒരു വീഡിയോയിൽ പറയുകയും, എന്നാൽ അതിന് മാസങ്ങൾക്ക് മുമ്പായിട്ട വീഡിയോയിൽ പെന്തക്കോസ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുണ്ട്, എന്നെ ആത്മഹത്യ എത്തിച്ചതിന് കാരണവും എന്റെ മരണത്തിന് കാരണവും പെന്തക്കോസ്താണ് എന്ന് എഴുതി വെച്ചിട്ട് ചാടണം എന്ന് എനിക്ക് തോന്നി എന്ന് ഈ ഒരു ഭാഗമാണ് സഞ്ജേട്ട എന്നെ കൊണ്ട് ഇത് റിയാക്ട് ചെയ്യിപ്പിക്കണമെന്ന് തോന്നിയ ഒരു ഭാഗം. ഞാൻ പറഞ്ഞില്ലേ, വേറെ നമ്മളെ കുറിച്ച് പറയുന്ന ഒന്നും നമ്മൾ എടുക്കണ്ട. പേഴ്സണൽ അറ്റാക്ക് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നെ അതിനകത്ത് പറയുന്നത് ചക്കിക്കൊത്ത ചങ്കരനാണ് ചെയ്തു. ഞാൻ അതൊക്കെ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. ആ ഒരു സെൻസിൽ നമുക്ക് എടുക്കാൻ പറ്റും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കള്ളത്തരം ഇതൊരു തരത്തിലും ചേരുന്നില്ല അരുൺ ഇത്രയും നാളും ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ വേസ്റ്റ് ആയി പോയി എന്നാണ് ഞാൻ പറയുന്നത്. അരുൺ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരൊറ്റ സെക്കൻഡിൽ സാൻഡ് കാസിൽ പോലെ തകർന്നു പോയി എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അരുണ് ശരിക്കും അതിന് പെന്തക്കോസുകാർ മാപ്പ് പറയാന്ന് പറഞ്ഞ് അരുൺ ഇട്ടിട്ടുണ്ടല്ലോ. അരുണിന് കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വ ഉള്ളിലുണ്ടെങ്കിൽ അരുൺ എന്ത് ചെയ്യണം? പെന്തക്കോസുകാരോട് മാപ്പ് പറയണം. പെന്തക്കോസ് താങ്കളെ തിക്താനുഭവം താങ്കൾക്ക് ഇല്ല എങ്കിൽ അതേ പെന്തക്കോസിന്റെ പേരിൽ മരിക്കുവാൻ തയ്യാറായ താങ്കൾ ഈ സമൂഹത്തെ മുഴുവനും വഞ്ചിച്ചു. എനിക്കതാ മനസ്സിലായത്. സാധാരണ മലയാളി എന്ന രീതിയിൽ എനിക്കിതാ മനസ്സിലായത്. ഇനി അല്ലെങ്കിൽ അരുൺ വന്ന എക്സ്പ്ലനേഷൻ എന്താ?
അരുണിന് തിക്താനുഭവം ഇല്ലേ? അരുൺ എന്തിന്റെ പേരിലാണ് പെന്തക്കോസിന്റെ പേര് എഴുതി വെച്ചിട്ട് മരിക്കാൻ തയ്യാറായത്? ഇത് എല്ലാവരുടെയും ചോദ്യമല്ലേ സവിൻ ചേട്ടാ? ഏതൊരു തീർച്ചയായിട്ടും. മനുഷ്യനും ചോദിക്കുന്ന ചോദ്യം. ആ മനുഷ്യൻ, ആ വ്യക്തി അതാ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ മനസ്സിൽ കരുതി ഈ കാര്യം അദ്ദേഹം കമന്റിൽ വന്നിട്ടപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞെട്ടിപ്പോയി. അയ്യോ, ഇപ്പൊ നമ്മൾ മാത്രമല്ല ഇത്, ബാക്കിയുള്ളവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോയുടെ വ്യൂസ് നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. കേറിയിട്ടുണ്ട്. എനിക്ക് ഇത്ര തോന്നുന്നു ആളുകൾ അരുണിന് ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത് കാണുന്നത്? എനിക്ക് തോന്നുന്നു 14K വ്യൂസ് ഉണ്ട് അതിന്. ഒരു പക്ഷെ അരുണിന് ഉണ്ടോ 14K വ്യൂസ്? വീഡിയോ ആണത്. എനിക്കൊന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വൈറലായ വീഡിയോ ഇതാന്ന് തോന്നുന്നു, ഈ അതെ വീഡിയോ അതെ ആണെന്ന് അതെ. തോന്നുന്നു. ഒരുപാട് ആ, പേര് കണ്ട വീഡിയോ. ഒരുപാട് നമ്മൾ ഇതിനു ഒരുപാട് പേര് ശേഷമാണ് കണ്ടത്, അരുണിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതെ അതെ. നമ്മള് ശരിക്കും പറഞ്ഞാൽ അരുണിന്റെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യൻ എസൻസ് എന്ന് പറയുന്ന ഒരു ചാനലിലും എയ്ത്തീസ്റ്റ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത്, അയ്യോ ഇനി ഒരു ചെറുപ്പക്കാരന് ഒരു പ്രസ്ഥാനം പറ്റരുത്. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ടു ബി ഉണ്ടാവരുത്. വെരി ഫ്രാങ്ക് ആൻഡ് ഫ്രം വെരി സിൻസിയർ ഹാർട്ട് ഞങ്ങൾ പറയുകയാണ്, ഇതിനകത്ത് ഒരു തരി പോലും കള്ളത്തരമില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ തിക്താനുഭവം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിഷനായിട്ട് തന്നെ ഏറ്റെടുക്കണം. ഒരു വ്യക്തിക്ക് പോലും ഇനി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ അങ്ങ് പറയാം, സബിൻചേട്ടനും കൂടി വേണ്ടി ഞാൻ പറയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാ. കാരണം ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതും ചെറിയ രീതിയിലൊന്നും അല്ല വിമർശിക്കുന്ന, ശക്തമായ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ, ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രഷറുണ്ട്, ഞങ്ങൾക്ക് പേഴ്സണൽ പ്രഷറുണ്ട്, ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ട്. പുറത്തു നിന്നുള്ള നിങ്ങളൊന്നാലോചിച്ച് ഇത്രയും വിമർശിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഈ കൂട്ടായ്മയിലേക്കാണ് ചെല്ലുന്നത്. ഞങ്ങൾ എങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ സ്റ്റിൽ ചെയ്യുന്നത് 100% ശരിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങള് ഇതിനകത്ത് ഒരുപാട്, ഞാൻ പറയട്ടെ സർ ചേട്ടാ, ഇതിനകത്ത് ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന കാര്യം, എനിക്ക് വേറൊരു കാര്യത്തിൽ സങ്കടം തോന്നിയായിരുന്നേ. ഇതൊക്കെ ഇതുപോലെ കമന്റ് ഇട്ടിരിക്കുക ഒരാള്. ആ കമന്റ് ഇട്ടിരിക്കുന്ന താഴെ പറഞ്ഞിരിക്കുക, കൊടിത്തോട്ടത്തിനും അറിയാം സേതുവിനും അറിയാം ഇതിനകത്തെ കാര്യം എന്താണെന്നുള്ളത്, പക്ഷെ നിലനിൽപ്പെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന്. അരുണെ, എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് ഇതിനകത്തൊന്നും ഒരു വരുമാനവും കിട്ടുന്നില്ല. അരുണിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ 1/4 ഇല്ല എനിക്ക്. അതിലും 4 അത്രയും വ്യൂസ് ഇല്ല നമ്മുടെ ചാനലിന്. അത്രയും വ്യൂസ് ഇല്ല നമ്മുടെ ചാനലിന്, അത്രയും വ്യൂസ് ഇല്ല, അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഇനി സബിൻ ചേട്ടന്റെ ചാനല് ഒരു ഇൻഫൻസി സ്റ്റേജിലാണ്, ഒരു സ്റ്റേജിൽ മാത്രമാണ്. ഒരു 50 ബിലോ 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഇല്ല. ഈ വീഡിയോസ് എടുക്കുന്ന ഇതൊന്നും നമ്മളെ ആരെയും ബോധിപ്പിക്കാനല്ല. ഞങ്ങൾ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്, നീ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീരാനുള്ള കാര്യമുള്ളൂ. അങ്ങനെയല്ല ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പ്രേക്ഷകർ ഹാവ് ടു നോ ദ എഫേർട്ട് വി ആർ ടേക്കിംഗ് എന്നുള്ളത് ഞങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഹെക്റ്റിക് ആയിട്ടുള്ള, ഒരാൾ അയർലൻഡിലാണ്, ഞാൻ നാട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും ടൈം സോണ് രണ്ടാണ്. ഒരാൾക്ക് അവിടെ ഉറക്കളച്ചിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ ഫ്രഷ് ആയിരിക്കും, ഇവിടെ ഉറക്കളച്ചിരിക്കുമ്പോൾ അവിടെ ഫ്രഷ് ആയിരിക്കും. എന്ത് കാര്യത്തിനാണ് ഞങ്ങൾ ഈ കിടന്ന് ചലിക്കുന്നത്? ഇത്രയും സംസാരിക്കുന്നത് എന്ത് കാര്യത്തിനാ? ഒറ്റ കാര്യം, അരുൺ ഈ പറഞ്ഞ കാര്യത്തിൽ ഹൃദയത്തിൽ വേദന ഉണ്ടായിട്ടാ. 100% അരുൺ അവിടുന്ന് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. പക്ഷെ ആ അരുൺ ഞങ്ങളെ പോട്ടെ, ഈ കണ്ട ഇത്രയും ആളുകളെ എന്ത് മറുപടി അരുണിന് ഇത് പറയാനുള്ളത് ഇതിനകത്ത്? എന്നിട്ട് ഇപ്പറേ വന്നിരുന്ന് പറയുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല ഈ ആത്മവഞ്ചന എങ്ങനെ പറ്റുന്നതെന്ന്. എനിക്കൊരു തിക്താനുഭവവും പെന്തക്കോസിൽ നിന്നുണ്ടായിട്ടില്ല. തൊട്ടടുത്ത് ഞങ്ങൾ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കാണിക്കാം. തൊട്ടടുത്ത് അപ്പുറത്തെ പഴയ വീഡിയോ പോയി പറയുക, ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാരണം പെന്തക്കോസ്താണ്. എനിക്ക് തിക്താനുഭവങ്ങൾ പെന്തക്കോസ്റ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്റ്റാണ്. ഇത് ചിരിക്കാൻ അല്ലാതെ ഇതിനകത്തൊരു മറുപടി വാക്കില് പറയാൻ പറ്റുന്നില്ല. സത്യം പറയാം, ഇതിന് മറുപടി ഇല്ല. പകല് പോലെ വിളിച്ചോണ് സ്ട്രേറ്റ് അപ്പ് ലൈ എന്നുള്ളത്, അല്ലേ? അതാ ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് സംസാരിക്കണം. കാണുന്ന
ബോധമുള്ള നിങ്ങൾ ഓക്കെ ഏത്തീസ്റ്റുകളാണല്ലോ കൂടുതലായിട്ടും അരുണിനെ ഫോളോ ചെയ്യുന്നത്. ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്, എനിക്ക് ഡേറ്റ ഒന്നുമില്ല അതിനകത്ത്. ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. നിങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള ലെറ്റ് ദ എവിഡൻസ് ലീഡ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ആ ബുദ്ധിയുള്ള തല വെച്ച് ഞങ്ങൾ എല്ലാവരും വിശ്വാസികൾ മൊണ്ണകളാണ്, മണ്ടന്മാരാണ് അല്ലെ, നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇന്റലിജൻസ് ഉണ്ട്, നിങ്ങൾ എവിഡൻസ് നോക്കി മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ആൻഡ് വി റെസ്പെക്ട് യു, അതിനകത്ത് ഒരു സംശയമില്ല, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ആ നിങ്ങൾ ഈ എവിഡൻസ് രണ്ടും കൂടെ വെച്ചിട്ട് എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നതെന്ന് സ്വയമായിട്ട് ചിന്തിക്കുക. അതല്ലാതെ ഇതിനകത്ത് വേറൊന്നും പറയാനില്ല. അതെ ചെയ്തു. നമ്മളിങ്ങനെ ഓരോ പോർഷനും എടുത്തു പോയാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇതിനകത്ത്. നമുക്ക് അടുത്ത ഒന്നുകൂടെ കേൾക്കാം. എന്താണ് നമ്മുടെ അരുൺ അതിനുശേഷം എന്താണ് പറയുന്നത്. വ്യക്തിയാണ് സേതു ഷാജി. പക്ഷെ എങ്കിൽ കൂടി മനഃപൂർവ്വമായി അടിക്കടി അയാൾ എടുത്ത് ഞാൻ ഈ ഒരു പെന്തക്കോസ്ത് തിക്താനുഭവം കൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എന്റെ മരണത്തിന് കാരണം പെന്തക്കോസ്താണ് സേതു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അരുൺ പറയുന്നത്. ഇതിനിപ്പോ എന്താ പറയാ എനിക്കറിയില്ല. ഞങ്ങൾ ചിരിക്കുന്നോണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. കാരണം ഈ സ്പീച്ച്ലെസ് ആകുന്നുണ്ടാ ചിരിക്കുന്നത്, അല്ലാതെ കളിയാക്കുന്നതല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കളിയാക്കാനാണ് ഇത്, ഇങ്ങനല്ല ഇതിന് റിയാക്ട് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഞാൻ എന്റെ ചാനലിൽ ഒരു ട്രോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടാൽ മതി. നല്ല രീതിയിൽ ആ ട്രോൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അങ്ങനെ മോക്കിയാനല്ല, ഞാൻ സ്പീച്ച്ലെസ് ആയതുകൊണ്ട് ചിരിക്കുന്നു, അല്ലാതെ എന്തോ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി അതുമാത്രമല്ലാതെ നിരീശ്വരവാദികളെല്ലാം അങ്ങനാണ് ഇങ്ങനാണ്, ആ നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞു, ഈ നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ വാക്കുകൾ എൻ്റെ വായിലേക്ക് ഇട്ട് തരുന്ന ഒരു പ്രവണതയും പൊതുവായി കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പലതരം ഉടായിപ്പ് ടാക്ടിക്സുകൾ പുള്ളി ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. ഇതിന് എനിക്കറിയില്ല സേതു ഏത് വീഡിയോയിലാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ കണ്ട വീഡിയോസിലൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ആർസിയെ കുറിച്ച് പറഞ്ഞു, രവിചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, മൈത്രേനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ വൈശാഖൻ തമ്പിയെ കുറിച്ച് പറയുന്നുണ്ട്, അനന്തരാമനെ. പക്ഷെ അതെല്ലാം അവരവരുടെ ചിന്തകളാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലാണ് അരുൺ ചിന്തിക്കുന്നത്. എനിക്കറിയില്ല ഏത് വീഡിയോ, എനിക്കും മനസ്സിലായില്ലായിരുന്നു അത് ഏത് വീഡിയോയിലാണെന്ന്. അദ്ദേഹം കാണിച്ചു തന്നാൽ നമുക്ക് തിരുത്താം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനകത്തൊന്നും വിഷയമില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഇതിൻ്റെ ഒരു ബേസിക് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ബൈബിളിനെ കുറിച്ച് വലിയ അറിവില്ല, ബൈബിൾ ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പറയുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ലെന്നേ. ആ ഒരു ചിന്താഗതി ഇയാളുടെ കാഴ്ചക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ ക്യാൻസൽ ചെയ്ത് കളയുക. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത, ബൈബിൾ വായിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ തിക്താനുഭവം കൊണ്ടൊരു വിശ്വാസം വിട്ടുപോയൊരു വ്യക്തി പറയുന്നതൊക്കെ നമ്മൾ എന്തിനാ കേൾക്കുന്നത് എന്നൊരു മെൻറ്റാലിറ്റി ആളുകളിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആദ്യമേ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അത് പാസ്റ്റർമാർ ചെയ്യുന്ന സാധാരണ ഒരു ടാക്ടിക്സ് തന്നെയാണിത്. അത് തന്നെയാണ് ഈ സേതു ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇവിടുത്തെ നമ്മളുടെ പ്രധാന വിഷയം, എൻ്റെ വീഡിയോയ്ക്ക് അയാൾ റിയാക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു സേതു അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ ശരിക്കും? ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും ഈ പറയുന്നത് വായനയുടെ ഒരു വലിയ ലാഗിങ് ഉണ്ട് അരുണിന്. അതെനിക്ക് പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാല്, വ്യാഖ്യാനങ്ങളിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് വായിക്കുമ്പോൾ ആ ഒരു ബയസ് ഉണ്ടാകും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വിമർശിക്കാനുള്ള ഒരു വ്യഗ്രതയില് സ്കിപ്പായി പോകും കുറെ കാര്യങ്ങൾ. ഇപ്പം എടുത്തു കാണിക്കാനാണ് കുറെ വീഡിയോസ് ഉണ്ട്. അതിനകത്തൊരു പറയുന്ന ഒരു ഭാഗമുണ്ട്, മധ്യാകാശത്തിങ്കിൽ എടുക്കപ്പെടും, അങ്ങനെ ഒരു വചനം ബൈബിളിലില്ല. പിന്നെ കനാന്യ സ്ത്രീയെയും യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യമായ സ്ത്രീയെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരൊറ്റ സ്റ്റോറി ആയിട്ടാണ് അരുണ് വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ച വീഡിയോയിൽ പറയുന്നത്. അത് ചൂണ്ടിക്കാണിക്കണ്ടേ? അങ്ങനല്ല, അത് രണ്ടും രണ്ട് ഇൻസിഡന്റ് ആണ് എന്ന് പറയണ്ടേ അത്. ഇനി യേശു അത്തിയെ ശപിച്ചു എന്ന് അരുൺ ഒരുപാട് വട്ടം എനിക്ക് തോന്നുന്നു യുക്തിക്ക് നിരക്കാത്ത ദൈവം, അങ്ങനെ എങ്ങാണ്ട് ആ വീഡിയോയുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, യുക്തിക്ക് നിരക്കാത്ത ദൈവത്തെ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് യേശു
യേശു അത്തിയെ ഈ ശപിച്ചു എന്ന് ഒരു വചനമില്ല ഉം, ബൈബിളില്. ഉം, ഞാനത് അന്ന് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാ. മർക്കോസിന്റെ സുവിശേഷത്തിനകത്തും ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തുമാണെന്നാണ് എന്റെ ഓർമ്മ. ഈ രണ്ട് ഇതിനകത്ത്, ഈ ഭാഗങ്ങളില് യേശു അത്തിയെ ശപിച്ചു, ജീസസ് കേഴ്സ് ദ ഫിഗ് ട്രീ എന്ന് പറയുന്ന ഒരു ഭാഗം ബൈബിളിലില്ല. അത് ഉം, ഇല്ലാത്തത് എങ്ങനെയാ ഞാൻ ഉണ്ടാക്കി പറയണ്ടേ? അല്ലെങ്കിൽ അരുൺ അത് പറയുമ്പോൾ ഞാൻ അരുണിന് വേണ്ടി സമ്മതിച്ചായിരുന്നോ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്? യേശു അത്തിയെ ശപിച്ചു എന്ന് പത്രോസാ പറഞ്ഞത്. നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി. പക്ഷെ എഴുത്ത് അല്ലെങ്കിൽ ആ ഗോസ്പൽ റൈറ്റർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല. യേശു അത്തിയോട് പറഞ്ഞു എന്നാ പറഞ്ഞു. നിങ്ങൾ അതിന്റെ ഗ്രീക്ക് എടുത്ത് നോക്കിയാലും ഉം, അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഉം. അപ്പൊ അരുൺ, ഇത് ശരിക്കും ഇത് കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞു വരും കേട്ടോ സേതു. ഉം ഇത് ബൈബിളിലെ കോൺട്രഡിക്ഷൻ ആണ് ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞു വരും അരുൺ. ബൈബിളിലെ കോൺട്രഡിക്ഷൻ ഒക്കെ പറയാൻ ഈ അരുണിനെ ഞാൻ വിളിച്ച സമഞ്ചേട്ടാ. ഉം. ഇദ്ദേഹം കേട്ടോണേ. അരുണിനെ അവസാന ഞാൻ വീഡിയോ. വിളിച്ചു ഒരു ദിവസം. ഉം, ഞാൻ ഉം, പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ട്, ഉം, അരുണേ നമുക്കിത് സംസാരിക്കാം. അതായത് തർക്കമൊന്നുമല്ല, ആർഗ്യുമെന്റ് അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ടോക്ക് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്നോട് അരുൺ പറഞ്ഞ കാര്യം എന്നാന്നറിയാം. അതുപോലെ തന്നെ പറയാമേ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. എനിക്ക് ഉം, നിങ്ങളോട് കൊളാബ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല. അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉം, കൊളാബ് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കാനും അറിയത്തില്ല. ഉം. ഈ അരുണാണ് അപ്പുറേ പോയിരുന്ന് ജെൻസിയുടെ കാര്യത്തിൽ സംസാരിക്കുന്നത്. ഈ ആ, അരുണാണ് 4 പേര് കൂടിയിരിക്കുന്ന സൂം മീറ്റിംഗിൽ ഇരുന്ന് സംസാരിക്കുന്നത്. സംസാരിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, നമ്മുടെ വിഷയമല്ല. ഉം. പക്ഷെ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് അപ്പുറേ പോയിരുന്ന് കാണിക്കുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അരുണിന് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്. നിങ്ങൾ ഈ ട്രോൾ വീഡിയോ, എന്റെ റിയാക്ഷൻ വീഡിയോ എന്ത് മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അതെ. എനിക്ക് അത്രയും ഫ്ലുവൻസി ഇല്ല. എനിക്ക് വലിച്ചു അത് നീട്ടും. മാത്രമല്ല, അതെ, എന്റെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് വളരെ ലെങ്തി ആയിരുന്നു. അത് ഭംഗിയായിട്ട് അരമണിക്കൂറിനുള്ളിൽ അതിന്റെ കാര്യം ഭംഗിയായിട്ട് പറയും. അത് എനിക്ക് അത്ഭുതം. എങ്ങനെയാണ് അരുൺ ഈ 30 സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത്. എനിക്ക് എന്നാ പറഞ്ഞാലും എനിക്ക് ഈ വലിച്ചു നീട്ടും. അതിന് ഒത്തിരി വിമർശനം എനിക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി വലിച്ചു കിട്ടുക, റിപ്പീറ്റ് ആണ്. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞ. അരുൺ എന്നോട് പറയുക അരുണിന് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്, അരുൺ വരത്തില്ലെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തുവാ ചെയ്യണ്ടേ? എന്നിട്ട് പറയാ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തെന്ന്. ഞാനാരാ, പഴശ്ശിരാജയോ? ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യാൻ. ഞാൻ നേരിട്ട് ചോദിച്ച അരുണിനോട്. അരുണിന് പറ്റത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ടാ. എന്നിട്ട് ഞാൻ ഒളിയം പെയ്യുകയാണ്, കുത്തുവാക്ക് പറയുകയാണ് അരുണിനെ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് മുമ്പോട്ട് പോവാം. ോടുള്ള എൻ്റെ മറുപടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിൻ്റെ അവസാനം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അരുൺ പ്രസ്ഥാനത്തെ വിമർശിച്ചതോ പെന്തക്കോസ് സഭയെ വിമർശിച്ചതിനോ എതിരായിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ അല്ല, ഒരു പ്രതികരണമല്ല. മറിച്ച് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിന് വിപരീതമാണ്. ഇതിൽ ഒരുപാട് ഫാക്ച്വൽ എററുകളുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായതുകൊണ്ടും ബൈബിളീകമായി ചില തെറ്റുകൾ അല്ലെങ്കിൽ എററുകൾ അതിനകത്ത് കണ്ടതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രതികരണ വീഡിയോ ഉണ്ടായത്. തീർച്ചയായിട്ടും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം. നമുക്ക് എന്തായാലും എന്താണ് ഞാൻ അവിടെ തെറ്റ് കാണിച്ചിരിക്കുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. ഈ ഫ്രീ വിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ബൈബിളിന്റെ ദൈവം നമുക്ക് നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു സിനിമയുമായിട്ടാണ്. അതായത് ഒരു തിരക്കഥകൃത്ത് അദ്ദേഹം ഒരു കഥ എഴുതി തീർത്തിട്ട് ആ കഥയെ മുൻനിർത്തിക്കൊണ്ട് സംവിധാനം ചെയ്തുകൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് നടന്മാരെയും നടിമാരെയും എല്ലാം കൂട്ടിയിണക്കി അഭിനയിപ്പിച്ചുകൊണ്ട്, അത് ഇച്ചിരി ലെങ്തിയാണ്, അങ്ങനെ പോകുന്നുണ്ടേ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതായിട്ടാണ് പറയുന്നത്. ഈ കാര്യം എക്സാമ്പിൾ ആയിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. ഏതാണ് അദ്ദേഹം ഇതാ പറയുന്നത്, ഫ്രീ വിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല, എല്ലാം എഴുതി തീർത്ത് വെച്ചിരിക്കുന്ന ഒരു നാടകമാണ്. ഇങ്ങനെ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഞാൻ റിയാക്ട് ചെയ്ത ആ വീഡിയോക്കകത്ത് തന്നെ ഞാനത് ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇത് എഴുതി തീർത്തതാണ്. അതുകൊണ്ട് നമ്മളൊരു നടന്മാരെ പോലെ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അഭിനയിച്ച് തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ബൈബിൾ പറയുന്നത്. ഞാൻ അതെടുത്ത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് ഞാൻ പകുതിയെ കേട്ടുള്ളെന്ന്. അത് പകുതി കേട്ടാനില്ല, അതൊരു സെറ്റാണ്. അദ്ദേഹം ആ ഒരു ഒറ്റ സ്ട്രെച്ചിന് പോകുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനല്ല, അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നടന്നു പോവല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ടൈം സോണിന് അപ്പുറം നിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആയ ഗോഡിന് അത് മനസ്സിലാതെ ഓൾറെഡി അറിയാം. അപ്പൊ ദൈവത്തിന് അത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നൊരർത്ഥം അതിനില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്.
ഉം. അത് പുള്ളി എടുത്ത് വ്യാഖ്യാനിച്ചേക്കെന്ന് കേൾക്കണം. ഞാനത് ഉം. എന്ത് ചെയ്തു, മുറിച്ചു. ഞാൻ മൊത്തം കേട്ടില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത്. ബാക്കി അത് കേൾക്കുമ്പോൾ അറിയാം. നമുക്കത് കേൾക്കാം. ടാക്ടിക്സ് ആണ് നമ്മളുടെ ഈ ഈസിയായിങ് ആണ് ദൈവം. ആ നിത്യതയിൽ നിന്നുകൊണ്ട് സമയത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാലയളവാണ്. വളരെ ഈസി ആയിട്ട് ഇതിന്റെ തുടക്കം ഒടുക്കം കാണാൻ കഴിയും. ഒരു അപ്പോളജിസ്റ്റ് എന്ന് വിളിക്കുക സർവ്വസാധാരണമായ ഒരു ടാക്ടിക്സ് ആണ് നമ്മളുടെ ഈ അപ്പോളജിസ്റ്റുകൾ അല്ലെങ്കിൽ തീയിസ്റ്റുകൾ. ഇയാളെ ഒരു അപ്പോളജിസ്റ്റ് എന്ന് വിളിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. തീയിസ്റ്റുകളുടെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണിത്. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസ്തിത്വത്തിനൊക്കെ എന്തെങ്കിലും ദോഷം തട്ടുന്ന ഒരു ചോദ്യം വരുമ്പോഴേക്ക് കുറേ ടേംസ് അങ്ങോട്ട് എറിയും, ജാർഗൻസ് എന്ന് പറയും. ഇവിടെ സേതു ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ടൈം, റിലേറ്റിവിറ്റി, ഡയമെൻഷൻ, ഇൻഫിനിറ്റ് ബീയിങ് എന്ന് വേണ്ട കുറേ വാക്കുകൾ ഇങ്ങനെ പ്രസരിപ്പോടുകൂടി എറിഞ്ഞിരിക്കുകയാണ്. ഇതിനെ വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യനോട് ചക്ക കായ്ക്കുന്ന വൃക്ഷം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ചക്കക്കുരു വീണ് കിളിർത്ത വൃക്ഷം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പുള്ളി ഇത് പറയുന്നത് ഞാൻ 2-3 വട്ടം കേട്ട് എനിക്ക് മനസ്സിലായി. ചക്കയുടെ മാങ്ങയുടെ കാര്യമൊക്കെ അത് ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഇൻഫിനിറ്റി എന്ന് പറയുന്നു, റിലേറ്റിവിറ്റി എന്ന് പറയുന്നു, ഡയമെൻഷൻ എന്ന് പറയുന്നു. അതെ, ജാർഗൺസ് യൂസ് ചെയ്യുന്നതാണ്. നമ്മള് ബേസ് ആയിട്ട് സംസാരിക്കുന്നത് ബിബ്ലിക്കൽ ഗോഡിനെ കുറിച്ചാണല്ലോ. ഇപ്പൊ ബൈബിളിനകത്ത് ദൈവത്തെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ സ്വയമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ദൈവത്തിന്റെ ക്വാളിറ്റീസിലായിരിക്കണം. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ് യു ആർ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് സാംസിനകത്തുള്ള ഒരു ഭാഗമാണ്, സങ്കീർത്തനത്തിനകത്തുള്ള ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ് യു ആർ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് അല്ലേ? ഇനി വേറൊരു സ്ഥലത്ത് പറയുന്നത് ആദ്യമേ തന്നെ അവസാനവും കണ്ടവൻ. എന്താ അതിന്റെ അർത്ഥം? ടൈമിന് വെളിയിലെന്നല്ലേ? അപ്പൊ നമ്മള് അതായത് ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഇന്നത്തെ കാലത്ത് മനസ്സിലാകുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അതിനകത്ത് ഇയാള് തന്നെ, അദ്ദേഹം ഈ ആരാണ് നമ്മുടെ അരുൺ തന്നെ, ഇദ്ദേഹം തന്നെ പറയുന്ന, ഇയാളെന്നല്ല, ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വാക്കിൽ പിടിക്കരുതെന്ന്. വാക്കിൽ പിടിക്കരുത്. എനിക്കും അത് തന്നെ പറയാനുള്ളത്. അരുണെ, വാക്കിൽ പിടിക്കാതെ. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ആണ്. അല്ല, എനിക്ക് ഇവിടെ അരുൺ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് അരുൺ പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതെ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തെങ്കിലും കോംപ്ലക്സ് ആയ അല്ലെങ്കിൽ ഒബിയസ്ലി ഫിലോസഫിക്കലി ഗോഡിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് എന്ന് എനിക്ക് തോന്നുന്നു, കോംപ്ലക്സ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഓബിയസ്ലി അവിടെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ 2+1 എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. അല്ല, അത് സവിചേട്ടാ, നമ്മളെ രണ്ടുപേരെയും കൂടെ ചേർത്തുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമെന്ന് നമ്മൾ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, E=mc² എന്ന് പറഞ്ഞാൽ മതിയോ അരുണിനെ സംബന്ധിച്ച്? ഡിഫൈൻ ചെയ്യേണ്ട, സി ഡിഫൈൻ ചെയ്യേണ്ട. അതെ, അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരാൾ ചോദിക്കണം, മനസ്സിലാത്ത ഒരാൾ ചോദിക്കുക അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മതിയോ എന്നാണ് എന്റെ ചോദ്യം. അതെ, ഫിസിക്സിൽ ഒരുപാട് ഇതുപോലെ കോൺസെപ്റ്റുകളുണ്ട്. ഈ കോൺസെപ്റ്റ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. ലോസ് ഓഫ് മോഷൻസ് കഴിഞ്ഞു. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞു. അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ഇത്രേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യരുത്, അതുകൊണ്ട് വ്യാഖ്യാനമാവും. തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ ഒരു ടേം ഇങ്ങനെ പറഞ്ഞാൽ മതി. അതിനകത്ത് ടൈമിനെ കുറിച്ച് പറയണ്ട, സ്പീഡിനെ കുറിച്ച് പറയണ്ട, വെലോസിറ്റിയെ കുറിച്ച് പറയണ്ട, ഒന്നിനെ കുറിച്ചും പറയരുത്. അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നമ്മൾ വരുന്നു, വീഡിയോ ഓൺ ആക്കുന്നു, ബൈബിൾ കഴിഞ്ഞു, പഴയ നിയമം കഴിഞ്ഞു. ഇങ്ങനെ വേർഡുകൾ മാത്രം മതി എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം എന്താ പറയുന്നത്, നമ്മളിപ്പോ ലാസ്റ്റ് കേട്ട എന്തായിരുന്നു? അദ്ദേഹം ചക്കയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്ലാവിനെ കുറിച്ചാണ്. അത് തന്നെ. അല്ല, ഞാൻ പറഞ്ഞത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതായത് കുറെ ടേമുകൾ, എന്നാണ് പറയുന്നത്, ജാർഗൺസ്. ഓക്കെ, കുറെ ടേംസ് ഉണ്ട്, ജാർഗൺസ്. ഓക്കെ, ജാർഗൺസ് യൂസ് ചെയ്തെന്നാ പറയുന്നത്. അരുണെ, ഇത് സയൻസ് ഇപ്പോഴല്ലേ ഇൻഫിനിറ്റ് എന്നും തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നും ഒക്കെ പറയാൻ തുടങ്ങിയത്.
ഈ BC 10-ാം നൂറ്റാണ്ടിലെങ്കിലും എഴുതിയിട്ടുള്ള എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഒരു 3500 കൊല്ലം മുമ്പെങ്കിലും എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ അരുണിന് ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ദൈവത്തെ കുറിച്ച് പറയുക. അനന്തതയിൽ നിൽക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം എന്നുള്ള ജൂയിഷ് കോൺസെപ്റ്റ് അന്തകാലത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഹൗ നിങ്ങൾക്ക് ഇപ്പോഴാണ് സയൻസ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഡയമെൻഷൻ ഉറപ്പായിട്ടും ഡയമെൻഷൻ ആണ്. എന്താ സംശയം? എന്താ? ഭൂമിയിൽ ഇല്ലാത്ത, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഡയമെൻഷൻ ആണ്, മറ്റൊരു ഡയമെൻഷൻ ആണെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? അതിലെന്താ തെറ്റ്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്കുകളാണ് പുള്ളിക്ക് പ്രശ്നമായി പോയത്. എന്ത് ഞാൻ പറയണ്ട ഇതിനകത്ത്. ഓക്കെ, ബാക്കി ആ ചക്കയും മാങ്ങ ഒന്ന് സ്കിപ്പ് ചെയ്യണേ. അത് ഒരുപാടുണ്ട്. കുറെ ഡൈവേർട്ട് ചെയ്തിട്ട് ആളുകളെ ഒരുമാതിരി കൺഫ്യൂസ് ഉപയോഗിച്ചാണ് ഇത് ചക്കയുടെയും മാങ്ങയുടെയും കാര്യം പറഞ്ഞു. അത് ജസ്റ്റ് എന്താണ് ഒരു അനാലജി പറഞ്ഞാണ് അദ്ദേഹം. ഞാൻ ഈ മാവ് വളർത്തി എടുത്തത് എന്നൊരു ഉത്തരം ചില ആളുകൾ കൊടുക്കാറുണ്ട്. അതായത് ചക്ക കായ്ക്കുന്നത് പ്ലാവിലാണെന്നുള്ള ഉത്തരം അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉത്തരം എന്തുകൊണ്ടോ പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ കുറെ ഡൈവേർട്ട് ചെയ്തിട്ട് ആളുകളെ ഒരുമാതിരി കൺഫ്യൂസ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി. ഇത് ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ലോജിക്കലാണെന്ന് തോന്നാം. പക്ഷെ ചക്ക കായ്ക്കുന്നത് പ്ലാവിലാണ് എന്നതുപോലെ ഒരു വിഷയമല്ല ഇത്. അതും കൂടെ മനസ്സിലാക്കണം ആൾക്കാർ. ഈസ്റ്റ്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അത് തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ദൈവം ടൈമിന് പുറത്താണെങ്കിൽ, അതായത് സമയത്തിന് പുറത്താണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ഫ്രീ വില്ലിനെ അത് ബാധിക്കുന്നത്? അതായത് എന്നെയോ നിങ്ങളെയോ പോലെയുള്ള വ്യക്തി സമയത്തെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പൊ നമ്മളുടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1 ബില്യൺ വർഷം എന്ന് പറയുന്നത് ദൈവത്തിന് ചിലപ്പോൾ ഒരു മൈക്രോ സെക്കൻഡ് ആയിട്ട് തോന്നുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്ത് മാറ്റമാണ് സമയം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഫ്രീ വില്ലിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇനി ഓക്കെ, ശരി. എന്ത് വ്യത്യാസമാണ് മാറ്റുന്നത് എന്നുള്ളതാണ് തിയോളജിക്കൽ ക്വസ്റ്റ്യനാ. പക്ഷെ അരുൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അരുൺ ഇപ്പൊ പോവും. എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നു, വ്യാഖ്യാന ഫാക്ടറി വരുന്നു. എന്തോ ചെയ്യേണ്ട? ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുക അരുൺ, കെട്ടി വെച്ചിരിക്കുക. ആദ്യമേ തന്നെ പറഞ്ഞു ഇയാളുടെ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്, വലിയ വിഷയമാണ്, അത് കേൾക്കാനുള്ള ക്ഷമ ഒന്നാതില്ല. എന്നിട്ട് അരുൺ ഇത്രയും വലിയൊരു ചോദ്യം ചോദിച്ചിട്ട് ഒന്നുമില്ല. അതെ. എന്നിട്ട് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പോ അരുൺ പറയുന്നത് നമ്മൾ വ്യാഖ്യാനിക്കുവാണെന്ന. എന്തോ ചെയ്യുന്നേ? ഓക്കെ, എന്തായാലും ബാക്കി കേൾക്കാം. നമുക്ക് പോവാം. എപ്പോഴും ഈ ഫോർ നോളജിന് അല്ലെങ്കിൽ സർവ്വജ്ഞാനിത്വത്തെ പലപ്പോഴും പരുണെ പോലെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് മുൻ അറിവ് ഉള്ളത് കൊണ്ട് ദൈവം സകലത് നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഫോർ നോളജ് പ്രീ ഡെസ്റ്റിനേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്പീഡ് കുറയ്ക്കാം. ഫ്യൂച്ചറിലേക്ക് നമ്മളെല്ലാം കഥാപാത്രങ്ങളെ പോലെ നടന്നു ചെല്ലുന്നു. ഇതെന്താ പാവകളിയാണോ? പാവകളി തന്നെയാണ് സേതു, പാവകളിയാ. നിങ്ങളുടെ ബൈബിളിൽ പറയുന്ന ദൈവത്തിന്റെ ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാവകളി മാത്രമാണ്. ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ ഒരു റിയാലിറ്റി അഡ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊരു വാസ്തവം തന്നെയാണ്. ഈ ഒരു പ്രീ നോളജ് എന്നൊരു ആളെ പറ്റിക്കൽ ടേം വെച്ചിട്ടാണ് ഇവർ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഒരു ഫ്രീ വിൽ ഉണ്ടെന്നൊക്കെ പ്രസ്താവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ബുദ്ധിമുട്ടുണ്ടായി, സത്യം പറഞ്ഞാല് ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടപ്പോ. അത് സത്യമാണ് അരുൺ പറഞ്ഞത്. നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഈ റിയാക്ഷൻ ചെയ്തത്. അതാണല്ലോ നിങ്ങൾ തുടക്കത്തിൽ കാണിച്ചത്. അതായത് ഒരു വലിയ യാഥാർത്ഥ്യം ഞങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു. പെന്തക്കോസിൽ നിന്ന് യാതൊരു തിക്താനുഭവം കിട്ടാത്ത ഒരു വ്യക്തി പെന്തക്കോസിന്റെ പേര് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയി. ആ റിയാലിറ്റി ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഞങ്ങൾക്ക്. അത് അംഗീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഹൃദയം കൊണ്ട് സത്യമാ പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ഓരോ വാക്കുകളും സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ രാവിലെ എഴുന്നേറ്റു, എൻ്റെ വീട് വിട്ടിറങ്ങി ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ്. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എവിടെ ഇരിക്കണം, ഇവിടെ ഇത്രയും വലിയ ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ തന്നെ ഞാൻ ചൂസ് ചെയ്ത് ഇവിടെ ക്യാമറ വെച്ചുകൊണ്ട് ഇവിടെ കസേരയിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ വാക്കുകളും പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. എന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒരു സ്ഥലം ചൂസ് ചെയ്ത് എൻ്റെ ഇഷ്ടമുള്ളത് ഒരു ക്യാമറ വെച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്? അപ്പോൾ ദൈവത്തിന് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ സംഭവിക്കും എന്നറിയാം. പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ സേതു ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദൈവം സമയത്തിന് അതീതനായിട്ട് സമയത്തിന്റെ പുറത്ത് എവിടെയോ കസാരയിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പം ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമയത്തെ അനുഭവിക്കുന്നത് പോലെയല്ല പുള്ളിക്കാരൻ അനുഭവിക്കുന്നത്. ഞാൻ ഇന്നീ ചെയ്യാൻ പോകുന്ന കാര്യം പുള്ളി ഇന്നലെയോ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെയോ ഓൾറെഡി കണ്ടിട്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ തന്നെ കസാരയിട്ട് ഇവിടെ തന്നെ ക്യാമറ വെച്ചിട്ട് ഇത്ര ഇന്റൻസിറ്റി ലൈറ്റ് എൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോ വാക്കുകളും സംസാരിക്കുമെന്ന് എഴുതി വെച്ചിട്ടില്ല. അയ്യോ നീ എഴുതിയെന്നൊന്നും പറയില്ല. പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ തലയിൽ ഫീഡറായിട്ടുള്ള ഒരു ഡാറ്റയാണത്, ഒരു നോളജാണ്, പുള്ളിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സേതുവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ സമയത്തിന് പുറത്തിരിക്കുന്ന റിലേറ്റിവിറ്റി, ഇൻഫിനിറ്റ് ബീയിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ ഇരിക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഓൾറെഡി പിക്ചറൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും എന്നുള്ളത്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. സേതു ഇത് ഉദാഹരണം കൂടെ ഒന്ന് കേൾക്കാം അല്ലേ? ഉദാഹരണം കൂടെ കേൾക്കാം, എന്താണ് പറയുന്നത്. ഉദാഹരണമാണ്, വാക്കുകളിൽ കയറി പിടിക്കരുത്, മൊത്തത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, മൊത്തത്തിലുള്ള അർത്ഥം. ഞാൻ നാളെ വൈകിട്ട് 4 മണിക്ക് നമ്മുടെ അപ്പുറത്തുള്ള ഗുസ്റ്റാവ് സാഹിബിന്റെ ചായക്കടയിൽ പോയിട്ട് ഒരു പഴംപൊരി കഴിക്കുകയാണ്. ഞാൻ അവിടെ പോകുന്നു, ഒരു ചായ മേടിക്കുന്നു, അതിന്റെ കൂടെ ഒരു പഴംപൊരി ഞാൻ എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തിന് അധീനനായിട്ടിരിക്കുന്ന ഇൻഫിനിറ്റ് ബീയിങ് ആയിട്ടുള്ള ദൈവം ഞാൻ നാളെ 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിന്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും ഒരു പഴംപൊരിയും എടുക്കുമെന്ന് വളരെ കൃത്യമായിട്ടും മുന്നറിവോടുകൂടി, അതായത് സേതു പറഞ്ഞ പോലെ തന്നെ പ്രീ നോളജ് പുള്ളിക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുകയാണ്. ഞാൻ നാളെ 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിന്റെ ചായക്കടയിൽ പോകുന്നു, ഒരു ചായ എടുക്കുന്നു, പഴംപൊരി എടുക്കുന്നു. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന് ഓൾറെഡി ഇതറിയാം, ദൈവത്തിന് ഈ പ്രീ നോളജ് ഉണ്ട്, അതായത് മുന്നറിവുണ്ട് നാളെ ഈ സംഭവം സംഭവിക്കുന്നുള്ളൂ. പക്ഷേ എനിക്കറിയത്തില്ല, നമ്മൾ സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് നാളെ ആയി എന്ന് സങ്കല്പിക്കാം. ഈ ദൈവത്തിന് ഓൾറെഡി അറിയാവുന്ന പ്രീ നോളജിലുള്ള നാളെ, അതായത് ദൈവത്തിന് ഓൾറെഡി അറിയാം നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ഈ പ്രീ നോളജിൽ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള മനുഷ്യരായ നമുക്ക് അറിയാത്ത നാളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നാളെ ഞാൻ ഗുസ്റ്റാവ് സാഹിബിന്റെ കടയിൽ ചെല്ലുന്നു, ചായ എടുക്കുന്നു, പഴംപൊരി എടുക്കുന്നു. എനിക്ക് പഴംപൊരി അല്ലാതെ ഉള്ളിവട എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ദൈവം ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണ് നാളെ ഗുസ്റ്റാവ് സാഹിബിന്റെ കടയിൽ 4 മണിക്ക് ഞാൻ ചെല്ലുമ്പോൾ ചായയും പഴംപൊരിയുമാണ് ഞാൻ എടുക്കുന്നത്. ഈ ദൈവത്തിന്റെ പ്രീ നോളജ്, മുന്നറിവ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, പക്ഷേ ദൈവം ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സർവശക്തനായ, സർവജ്ഞാനിയായ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഗതിഭേദത്താൽ അച്ഛാദനമില്ലാതിരിക്കുന്ന ദൈവം ഈ ദൈവത്തിന്റെ മുന്നറിവായ നാളത്തെ വൈകിട്ട് സമയം 4 മണിക്ക് ഗുസ്റ്റാവ് സാഹിബിന്റെ ചായക്കടയിൽ പോയി ചായയുടെ കൂടെ പഴംപൊരി എടുക്കുന്നു എന്നത് മുന്നറിവായി കണ്ടിരിക്കുന്ന ദൈവം, ആ മുന്നറിവിനെ തെറ്റിച്ചുകൊണ്ട് എനിക്ക് ഉള്ളിവട എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ചോദ്യം കേട്ടെന്ന് വിചാരിക്കുന്നു സേതു. ചോദ്യം കേട്ടു, പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, ഇത് ഒരു കാര്യം കൂടെ പറയാം. ഇനി ഫ്രീ വില്ലിനെ കുറിച്ച് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റിൽ ഒരു 2 മണിക്കൂർ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി വ്യക്തമായിട്ട് കേൾക്കാം. എക്സ്പ്ലനേഷൻ ആണ്, പാടായിരിക്കും. അതെ, നിങ്ങളൊരു 2x ഇട്ടിട്ട് അല്ലെ, അതെ, കേൾക്കാം. സ്പീഡിൽ ഇട്ടിട്ട് അതേ കണ്ടു വിഷയമുള്ളൂ. നോക്കിയാൽ മതി. ഓക്കെ. ഇതിനിപ്പം അദ്ദേഹം ചോദിച്ചത് കേട്ടല്ലോ. ഇതിനിപ്പം നമുക്കിവിടെ ഉത്തരം കൊടുത്താൽ അദ്ദേഹം കേൾക്കുമെന്നും അറിയില്ല. ഉത്തരം കൊടുത്തില്ലെങ്കിൽ പറയും നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല എന്ന് ചോദിക്കാം. ഇതിപ്പം നമ്മളിപ്പോ ഒരു ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആയിട്ടുള്ള അവസ്ഥയാണ്. ചെകുത്താനും കടലിനും ഇടയ്ക്ക്, അതെ അതെ അതെ, അതാണൊരു പ്രശ്നം. അപ്പം ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഒന്ന് പറയാം. ഫ്രീ വില്ല് എന്ന് പറയുന്നത് മനുഷ്യന് സ്വയമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവന്റെ ഇച്ഛാശക്തിയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പരസ്പരം യാതൊരു തരത്തിലുള്ള ഇതും ഇല്ലെന്ന്. ഓക്കെ, ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് ഗുസ്താവ് സാഹിബിന്റെ കടയിലോ തങ്കപ്പൻ ചേട്ടന്റെ കടയിലോ എവിടെ വേണമെങ്കിലും പോയി ചായയോ പഴംപൊരിയോ എന്ത് വേണേലും കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളത് ആ ദൈവത്തിന് അറിയുകയും ചെയ്യാം, 100%. അതങ്ങനെ തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന പോയിന്റ്, ദൈവത്തിന് അത് മുന്നമേ അറിയാവുന്നത് കൊണ്ടല്ല ഞാൻ പഴംപൊരി എടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു കൊച്ചുകുട്ടി അച്ഛൻ നടക്കാൻ സമയമായ നടക്കാൻ തുടങ്ങിയ ഒരു കൊച്ചുകുട്ടി അച്ഛന്റെ കൈവിട്ട് ഓടുമ്പോൾ കുട്ടി വീഴുമെന്നുള്ളത് ഒരപ്പൻ എങ്ങനെയാണ് അറിയാവുന്നത്? അയാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അയാൾ കൊച്ചു വീഴും. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പനെന്ന് പറയാണ്, ഈ അപ്പന് കൊച്ചു വീഴുമെന്ന് അറിയാമെന്നത് കൊണ്ടാണ് കൊച്ചു വീണത്. നിങ്ങൾ ഇതിനെ എങ്ങനെ, ഏത് ലോജിക്കിൽ ഇട്ടാണ് നിങ്ങൾ ഇതിനെ പറയാൻ പോകുന്നത്? ഒരു സാധാരണ ഹ്യൂമൻ ലോജിക്ക്. അപ്പൻ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നടക്കാൻ പ്രായമായ ഒരു കുട്ടി, അല്ലെ നടക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അപ്പന്റെ കൈ വിട്ട് ഓടിയാൽ വീഴും. അപ്പൊ നമ്മൾ പറയാ എനിക്ക് അങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് അവൻ വീണത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്ക് എന്താന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല, കാരണം ഇല്ല, ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ടാണ്, ഇത്രേ ഉള്ളൂ.
ഇനി ആ ഒരു ഉള്ളിവട എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ ഉള്ളിവടയും പഴംപൊരിയും കഴിഞ്ഞില്ലേ? പഴംപൊരി എന്ന് ദൈവം കണ്ടിരിക്കുന്നതിന് പകരമായിട്ട് എനിക്ക് ഉള്ളിവട എടുക്കാൻ സാധിക്കണം. പക്ഷേ എനിക്ക് അത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുന്നറിവ്, അതായത് സേതു പറയുന്ന ഫോർനോളജി തെറ്റിപ്പോകും. ദൈവം സർവശക്തനും സർവജ്ഞാനിയും ബൈബിൾ പറയുന്ന പോലെ ഗതിഭേദത്താൽ അച്ഛാദനം ഇല്ലാത്തൊരു വ്യക്തിയും ആയതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ ഫോർനോളജി തെറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ഫോർനോളജി തെറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഫ്രീ വിൽ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ വിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഫോർനോളജി ഇല്ല. രണ്ടും കൂടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ പൊന്നു സേതു. ഇത് അറിയാത്തതാണോ അതോ അറിയാത്ത പോലെ ഭാവിക്കുന്നതാണോ? നിരീശ്വരവാദത്തിന്റെ വാതിക്കൽ വരെ എത്തിയിട്ട് മർദ്ദിച്ച് തിരിച്ചു പോയ വ്യക്തിയാണ് സേതു എന്നാണ് പറയുന്നത്. ഏതുതരം നിരീശ്വരവാദത്തിലേക്കാണ് പോയത് എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ സേതുവിനെ പോലെ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബൈബിൾ വായിച്ചിട്ടില്ല, യഥാർത്ഥ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം അതൊക്കെ സേതുവിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ്. അതിനൊന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ ഞാനൊരു ക്രിസ്ത്യാനിയെ പോലെ സംസാരിക്കുന്ന, പാസ്റ്റർമാരെ പോലെ സംസാരിക്കുന്ന, സേതുവിനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലാക്കാം? ടൈമിന് പുറത്തിരുന്നാലും ഇൻഫിനിറ്റ് ബീയിങ് ആണെങ്കിലും എന്താണെങ്കിൽ തന്നെയും മനുഷ്യർക്കുള്ളത്. അതായത് പുള്ളി പറയുന്നത് എന്താ ഇപ്പൊ പുള്ളി പറഞ്ഞേ? അതായത് സേതുവിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ പാസ്റ്റേഴ്സ് അല്ല, അല്ലെ, സേതുവിനെ പോലെ പോലും അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പെന്തക്കോസ് വിശ്വാസികളെ താങ്കൾ പിന്നെ എന്തിനാണ് വന്നിരുന്ന് മൊണ്ണകളെന്ന് വിളിക്കുന്നത്? എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്? എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ? പെന്തക്കോസിലുള്ളവരെല്ലാം മൊണ്ണകളാ, പക്ഷെ അത് അവരുടെ പേഴ്സണൽ ചോയ്സാ. പക്ഷെ പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള അവരെ കുറ്റം പറയാൻ ഞാൻ പാസ്റ്റേഴ്സിനെ പോലെ സേതുവിനെ പോലെ ആളല്ല, പക്ഷെ ഞാൻ അവരെ മൊണ്ണകളെന്ന് വിളിക്കും. ഇത് എന്ത് തരം ലൂപ്പാണെന്ന് പിടികിട്ടുന്നില്ല. ക്രിസ്റ്റഫർ നോളന്റെ കയ്യിൽ ഈ കഥ കിട്ടിയുണ്ടല്ലോ, ഈ കോൺസെപ്റ്റ് കിട്ടിയ പുള്ളി ഒന്നാന്തരം പടം ഇറക്കും. അടുത്ത ഇന്റർസ്റ്റെല്ലാറോ അല്ലെങ്കിൽ ഇൻസെപ്ഷനോ ഒക്കെ പുള്ളി ഇറക്കിക്കളയും. ടെനന്റ് ഇറക്കാം, അതെ, ടെനന്റ് ഇറക്കാം, അതെ അതെ. ഓക്കെ, വാട്ടവർ. അടുത്ത ഭാഗം. ഫ്രീ വിൽ എന്നൊരു ഇല്യൂഷനാണ്, അല്ലാതെ ഫ്രീ വിൽ എന്നൊരു യാഥാർത്ഥ്യമല്ല. ഫ്രീ വിൽ ഉണ്ടെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. അതായത് ദൈവം ഉണ്ടെങ്കിൽ, ദൈവം സർവശക്തനാണെങ്കിൽ, ദൈവത്തിന് മുന്നറിവ് ഉണ്ടെങ്കിൽ മനുഷ്യർക്കുള്ളത് ഫ്രീ വിൽ എന്നൊരു ഇല്യൂഷൻ. അതായത് ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മായാ ഫീലിംഗ് ആണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടെങ്കിൽ, അത് ഈ ബൈബിളിൽ പറയുന്ന പോലെ സേതു വിശ്വസിക്കുന്ന മുന്നറിവുള്ള ഒരു ദൈവമാണെങ്കിൽ മനുഷ്യന് ഫ്രീ വിൽ ഇല്ല, സേതു ഇല്ല, അതൊരു പാവകളി തന്നെയാണ്. ഫ്രീ വില്ലിന്റെ ഒരു 2 മണിക്കൂർ വീഡിയോ കിടപ്പുണ്ട്. അരുണത് കണ്ടെന്ന് തോന്നുന്നു. ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വ്യാഖ്യാനിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ പറയാ, വ്യാഖ്യാനിക്കല്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അടുത്ത ഭാഗം. പക്ഷെ അതിന്റെ അർത്ഥം ആദം മരണമേ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിലേക്ക് ആദം നടന്നെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് പാവകളിയല്ല. വ്യക്തമായി കൃത്യമായി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മനുഷ്യനെ കുറിച്ച്. ആ പ്ലാൻ എന്ന് പറയുന്നത് മനുഷ്യൻ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ സാധിക്കണം, നിറവേറ്റണം. അതിനുവേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. ആ ഒരു ടാസ്ക് കൊടുത്താക്കിയിരുന്നു. പക്ഷെ മനുഷ്യൻ അവന്റെ ഫ്രീ വില്ലിൽ തെരഞ്ഞെടുക്കുന്നതെല്ലാം മരണമായിരുന്നു. അപ്പോളജിസ്റ്റുകൾ ഈ ഫോർനോളജിനെ അല്ലെങ്കിൽ ഫ്രീ വിൽ ഉണ്ടെന്ന് വാദിക്കാനായി ഫോർനോളജിനെ സ്ഥാപിക്കാനായി പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മാച്ചാണ്. അതായത് മെസ്സിയോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിൽ നിന്ന് കളിക്കുന്ന ഒരു മാച്ച് നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ടു കഴിഞ്ഞു. ആ കണ്ടതിന്റെ ഒരു വീഡിയോ റെക്കോർഡിംഗ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതേപോലെയാണ് ദൈവം നമ്മുടെ പ്രവർത്തികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ ഇന്നലെ നടന്ന ഫുട്ബോൾ മാച്ചിന്റെ ആ ഒരു വീഡിയോ നമ്മൾ ഇന്നിട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇന്നലെ നടന്ന അതേ കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം ഉണ്ടാക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ അതാണ് ദൈവത്തിന്റെ ഫോർനോളജ് എന്നാണ് ഇവർ പറയാറുള്ളത്. അതായത് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവുണ്ട്, പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് തന്നെയല്ലേ സേതു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഓൾറെഡി ഫുട്ബോൾ മാച്ച് പോലെ ഓൾറെഡി പുള്ളി കണ്ടിരിക്കുകയാണ്. ആദം ഹവ്വ അവിടെ ജീവിക്കുന്നു, അതിന്റെ കൂടെ അവർ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നു എന്നുള്ള കാര്യം ഫോർനോളജിയോട് കൂടി ഈ ഒരു വീഡിയോ റെക്കോർഡിംഗ് പോലെ ദൈവം കണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സേതു ദൈവത്തിന് ഈ ആദമിലും ഹവ്വയിൽ നിന്നും മെച്ചപ്പെട്ടത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? കാരണം പുള്ളി ഓൾറെഡി കണ്ടിരിക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഈ ആദം ഹവ്വ ഇങ്ങനെ തന്നെ ജീവിക്കുന്നു, അവർ പഴം കഴിക്കുന്നു, പാപികളായി മാറുന്നു, സേതു ഒക്കെ വിശ്വസിക്കുന്ന പോലെ പാപികളായി മാറുന്നു എന്നുള്ള കഥയൊക്കെ പുള്ളി ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ആ മുന്നറിവിൽ പുള്ളി കണ്ടിരിക്കുന്നതിന് ഒരു വലിയ തമാശ പറയാം. ഞാന് ഒരു 45ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. 45ഓളം വീഡിയോ. ഈ ഒറ്റ വീഡിയോയില് മനുഷ്യര് പാപികളാണെന്നൊരു പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംശയമുള്ളവർ നിങ്ങൾ എടുത്ത് നോക്കിയോ. പാപികളാണ് മനുഷ്യർ. അതായത് ആദം ഹവ്വയും പഴം പറിച്ച് തിന്നതോടുകൂടി മനുഷ്യർ പാപികളായെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്. എന്ത് സ്ട്രോമാൻ ഫാലസിയുടെ വക്താവാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇരുന്ന് പറയുന്നത് മുഴുവനും സ്ട്രോമാൻ ഫാലസിയ. എന്ത് കളിയാന്നറിയത്തില്ല. നിങ്ങൾ ഇരുന്ന് നോക്കുക. ആ 45 വീഡിയോയ്ക്കകത്ത് ഇതുവരെ ആദം ഹവ്വയും പഴം പറിച്ചു തിന്നുകൊണ്ട് മനുഷ്യർ പാപികളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കും. ഞാനത് പറഞ്ഞെന്ന്. അരുൺ എവിടെ നിന്ന് ഇത് കേട്ടു? ഞാൻ അങ്ങനെ വിശ്വസിക്കുക. അരുൺ അങ്ങ് തീരുമാനിച്ചു ഇങ്ങനാണ്. എന്നിട്ട് എന്നെ വിളിക്കുക വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്ന്. നിങ്ങൾ ഇതൊന്ന് എന്തോ പറയുന്നതിന്. ഓക്കെ കണ്ടിന്യൂ ചെയ്യാം.
കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ അനിൽ കൊടിത്തോട്ടത്തിന് കിട്ടിയിരിക്കുന്ന 2 മരുമക്കൾ. സബിൻ എന്ന് പറയുന്നത്, സേതു എന്ന് പറയുന്ന 2 പേരാണ്. രണ്ടുപേരുടെയും വീഡിയോസ് ഒക്കെ പുള്ളിയുടെ ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വലിയ ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാറുണ്ട്. എന്നിട്ട് 1-2 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയിട്ട് ഒട്ടുമിക്ക കമന്റുകൾ നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഇവിടെ എന്നുള്ള കമന്റുകൾ അതിൽ തന്നെ കാണാം. 1-1.5 മണിക്കൂറോ നീണ്ട ഞാനെങ്ങനെ നിരീശ്വരവാദത്തിൽ നിന്ന് തിരികെ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിൽ അതിലാരോ കമന്റ് ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾ പറയാൻ വന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നീണ്ട സംസാരങ്ങൾ നടക്കുകയാണ്. ലോട്ട് ഓഫ് നോയ്സസ്, അതിനകത്ത് കുറേ നോയ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലാതെ വിഷയത്തെക്കുറിച്ചോ കാര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അയാളുടെ പല വീഡിയോസ് കണ്ട്, ഈ സേതുവിൻ്റെ പല വീഡിയോസ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ്, എന്തൊക്കെയോ കുറേ വാക്കുകൾ ഇങ്ങനെ ചറപറ സംസാരിക്കുന്നുണ്ട്, മെഴുകുന്നുണ്ട്, കുറേ അധികം ഇങ്ങനെ കഷ്ടപ്പെട്ട് മെഴുകുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ വരുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കത്തില്ല. മിഥുനത്തിലാണോ ഏതിലോ ആണോ മറ്റേ നെടുമുടി വേണു വന്നിട്ട് പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കട്ടെ, അപ്പൊ ജഗതി പറയും പൊട്ടിക്ക് സ്വാമി എന്ന് പറയുന്ന കൂട്ട് പുള്ളിക്കാരൻ്റെ 1 മണിക്കൂർ വീഡിയോയിൽ 30 മിനിറ്റൊക്കെ അടുത്തുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇപ്പൊ പറയും. പക്ഷെ അവിടെ എത്തുമ്പോൾ പറയും ഇത് വലിയൊരു ടോപ്പിക്കാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വിട്ടു പോവാണ്. അതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും കാര്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മളെ കുറിച്ച് എന്തിന് ഇദ്ദേഹം റിയാക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അത് ആരൊക്കെയോ ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞ് പുള്ളിക്ക് അവസാനം സഹി കെട്ടിട്ടാണ് ഇതൊന്ന് അപ്പൊ ഒന്ന് തലേന്ന് ആരൊക്കെയോ പോട്ടെ പറഞ്ഞ് എന്നുള്ള അപ്പൊ രീതി. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെ അവർക്ക് എന്തോ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അവര് പറയത്തില്ല. ആയിരിക്കും എനിക്കറിയത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ഈ ചെറിയ പേഴ്സണലായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എവിടൊക്കെയോ കൊണ്ടിട്ടുണ്ടായിരിക്കും, മേ ബി, അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. കാരണം ഇത്രയും ചെറിയ ചാനലായ നമ്മൾ രണ്ടുപേരുടെയും ചാനലിനെ എടുത്ത് റിയാക്ട് ചെയ്യാൻ, അത് ഒന്നുമില്ലാത്ത എന്തൊക്കെയോ നോയ്സ് മാത്രമുള്ള ചാനലെടുത്ത് റിയാക്ട് ചെയ്യാൻ അരുണ് തോന്നിയെങ്കിൽ അരുൺ എന്ത് അതെ പ്രയോജനമാണ് ഇതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ ആ വിമർശനത്തെ ഞാൻ ഒരു പരിധി വരെ ഞാൻ അത് അംഗീകരിക്കുന്നത്. ഞാൻ ഈ മാക്സിമം അരുണൊക്കെ ചെയ്യുന്നത് പോലെ ഒരു 30-45 മിനിറ്റിനുള്ളിൽ കാര്യങ്ങളെ പറഞ്ഞ് അങ്ങനെ ഞാൻ പഠിക്കണം. ഇനി അത് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, അങ്ങനെ പഠിക്കണം. ഞാൻ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് കമന്റ് ഇട്ടവരെല്ലാം ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിനകത്ത് ഒരു ചെറി പിക്കിംഗ് കൊണ്ടുണ്ട് സവിൻ ചേട്ടാ. ഒരുപാട് കമന്റുകൾ നേരെ വേറെ ഓപ്പോസിറ്റ് രീതിയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് കമന്റുകൾ. അപ്പൊ അതിനകത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഞങ്ങൾക്ക് ഇത് കേൾക്കണമെന്നും പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ട്. അത് അതിന്റെ പേഴ്സണൽ മെസ്സേജ് മറ്റൊരു അയച്ചിട്ടുണ്ട് ഒരുപാട് പേര്. പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ സവിൻ ഷെയർ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോ അത് ചെറി പിക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ വാട്ടവർ, അത് പോട്ടെ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് കേൾക്കാം. എന്തായാലും ഈ ഫ്രീ വില്ലിനെ കുറിച്ച് നീണ്ട ടോപ്പിക്ക്, അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. 2 മണിക്കൂറിൽ കൂടുതലായിട്ട് ഞാനത് കാണാനായിട്ട് വേസ്റ്റ് ആക്കി. അതിൽ നിന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും അതിലെ പ്രസക്തമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മുടെ ഫ്രീ വില്ല് ലോകത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും ഇരിക്കുന്ന കാലങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ? അവരുടെ ഫ്രീ വില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്ന നാളെ വെളുക്കുന്നതിന് മുമ്പ് ഇറാൻ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് ട്രംപിന്റെ ഫ്രീ വില്ല. അത് ദൈവം ഇടപെടുന്നുണ്ടോ അതിനകത്ത്? ഇറാനും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇറാൻ ഇതൊന്നും ചെവിക്കൊണ്ടിട്ടുമില്ല, അത് യാതൊരു തരത്തിലുള്ള റെസ്പോണ്ടും കൊടുത്തിട്ടില്ല. ഇറാന്റെ ഫ്രീ വില്ല, അത് ദൈവം അതിനകത്ത് ഇടപെടുന്നുണ്ടോ? സേതു ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇറാനെയും അമേരിക്കയും അവരുടെ തമ്മിലുള്ള യുദ്ധത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് എന്താണ് ഫ്രീ വിൽ എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ എക്സാമ്പിളായിട്ടാണ് സേതു എടുത്തിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് എടുക്കണം. നല്ലൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രംപ് എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായും ട്രംപിന്റെ ഫ്രീ വില്ലാണ്. ട്രംപ് ചെയ്യുന്നതെല്ലാം ട്രംപിന്റെ ഇഷ്ടത്തോടു കൂടിയാണ്, വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഇറാൻ എന്തെല്ലാം പറയുന്നു ചെയ്യുന്നു അതെല്ലാം ഇറാന്റെ ഫ്രീ വില്ലാണ്. ഇറാൻ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീ വില്ല് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് കൂടി മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാനായിട്ട് ദൈവം അവിടെ ഒന്നും ഇടപെടുന്നില്ല. അതാണ് ഫ്രീ വിൽ. സത്യമായിട്ടും അത് തന്നെയാണ് ഫ്രീ വിൽ. ശരിയാണ്. സേതു പറഞ്ഞത് 100% ശരിയാണ്. ഇനിയും തുടർന്ന് കേൾക്കാം. ഓക്കെ, ഇനി ദൈവത്തിന്റെ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് നടക്കുന്ന 2 വേഴ്സസ് ആണ് അടുത്തുള്ളത്. സദൃശവാക്യങ്ങൾ 21:1. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ മുത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കും. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റ് ഇതാണ്. രാജാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ എന്താ പറയുന്നത്, നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നത് ദൈവമാണെങ്കിൽ അൾട്ടിമേറ്റ്ലി
രാജാവിന് ഉം, ഒരു ഫ്രീ വിൽ ഇല്ല. ഉം, ഡിസിഷൻ ഉണ്ടാക്കുന്നതും അതെ അതെ. ഡിസിഷൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ഉം, പ്രേരിപ്പിക്കുന്നതും ദൈവമായതുകൊണ്ട് ഉം. രാജാവിന്റെ ആ തീരുമാനമല്ല അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു വാക്യം വായിച്ചതിന് ശേഷം എന്തൊക്കെയോ വെടിയും പുകയും വെച്ചിട്ട് എന്തൊക്കെയോ ബഹളം വെക്കുന്നുണ്ട് അവിടെ. ആ ഒരു ബഹളത്തിനെല്ലാം ശേഷം കൃത്യമായിട്ട് ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു രാജാവും യഹൂദനെ ഉം. നല്ല രീതിയിൽ ഭരിച്ചിട്ടില്ല. അങ്ങനെ ഉം. ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു പ്രവാചകൻ ഒരു രാജാവ് നീതിയോടെ നിങ്ങളെ വാഴാൻ വരുമെന്ന്. അതിന്റെ അർത്ഥം ഉം. ഇസ്രായേൽ മക്കളെ ഉം. ഭരിച്ചിട്ടുള്ള ഒരു രാജാവും നീതിയോടെ വാണിട്ടില്ലെന്നല്ലേ? ഉം. ഇങ്ങനെ പലതരം സ്വഭാവത്തിലുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് ഒരു ഉം. രാജ്യത്തെ കൊടുക്കുമ്പോൾ ദൈവം എന്താ ചെയ്യേണ്ടത്? ഉം. റെസ്പോൺസിബിലിറ്റി ഉള്ള ജനത്തോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ദൈവം എന്താ ചെയ്യേണ്ടത്? ഈ രാജാവിനെ ഉം. കൺട്രോൾ ചെയ്യണ്ടേ? ഇതുപോലെ ഉം. തന്നെ ഒരു രാജാവിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലല്ല എങ്കിൽ ഉം. അവന് തോന്നിയതുപോലെ ജനത്തെ ഭരിക്കും. ഉം. ഉം. അവൻ ആ ഭരിച്ച ആ നാട് മുടിക്കും, ആ ജനത്തെ ഇവൻ ഉം. നശിപ്പിക്കും. ഉം. അതുകൊണ്ട് ഉം. തന്നെ രാജാവിന്റെ ഹൃദയത്തെ ദൈവം കൺട്രോൾ ചെയ്യും. എന്താ അതിനകത്ത് തെറ്റ്? ഉം. ഉം. അത് രാജാവിന്റെ ഹൃദയമാണ്, കൃത്യമായിട്ട് ഉം. കൺട്രോൾ ചെയ്യും. കാരണം അവന്റെ ഒരു തീരുമാനം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നതാ, അല്ലെ? ഉം. ഒരു രാജ്യത്തിന്റെ വിധിയെ നിർണ്ണയിക്കുന്നതാ. ആ വിധി തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ദൈവം അവനെ കൺട്രോൾ ചെയ്യും, സംശയമില്ല. ഉം. ഫ്രീ നിങ്ങളെ വില്ല് ഇൻഫ്ലുവൻസ് കൺട്രോൾഡ് ആണ്. ചെയ്ത് ഫ്രീ വില്ല് കൺട്രോൾഡ് ആണ്. അതെ അതെ അതെ, കൺട്രോൾഡ് ആണ്, ഇൻഫ്ലുവൻസ്ഡ് ആണ്, സംശയമില്ല അതിനകത്ത്. അത് രാജാവിന് മാത്രം ബാധകമാണോ അതോ ഹോൾ ഹ്യൂമാനിറ്റിക്ക് ബാധകമാണോ എന്നുള്ള ചോദ്യം വരുമോ? ഹോൾ ഹ്യൂമാനിറ്റിക്ക് ബാധകമായിരുന്നെങ്കിൽ അവിടെ രാജാവ് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ ദൈവത്തോട് കണക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഈ വാദം മുഴുവൻ പൊള്ളി, ഉം. മുഴുവൻ തകർന്നു പോകും. അല്ല, ഇതിപ്പോ സയ്യിദ് മുൻപ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതായിട്ട് യോജിക്കുന്നില്ലല്ലോ. അതായത് ട്രംപിന്റെയും ഇറാന്റെയും പ്രശ്നം നടക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നില്ല, പൂർണ്ണമായിട്ടും മനുഷ്യരുടെ ഫ്രീ വില്ലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് മനുഷ്യന്റെ ഫ്രീ വില്ല് കൊണ്ട് അവനെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ പ്രശ്നങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ടും മഹാമനസ്കനായ ആശാൻ, അതായത് ദൈവം, ട്രംപിന്റെയും ഇറാന്റെയും മുകളിൽ പൂർണ്ണമായ ഫ്രീ വില്ല് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് ഫ്രീ വില്ലെന്ന് പറഞ്ഞൊരു വ്യക്തി. രാജാവിന്റെ കഥ വന്നപ്പോഴത്തേക്ക് രാജാവ് ഭരിക്കുന്ന വ്യക്തി മോശമായിട്ട് ഭരിച്ചാൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ വില്ലിനെ കൺട്രോൾഡ് ആക്കിക്കൊണ്ട് ഭരിക്കുകയാണ്. കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടവർക്ക്. എക്സാക്ട്ലി കേട്ടവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തെ കൺഫ്യൂഷൻ എന്നാന്ന് പറഞ്ഞാല് രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ഒന്ന് ഒരു ആർഗ്യുമെന്റ് അത്. രണ്ട്, ട്രംപിന്റെയും ഇറാന്റെ ഭരണാധികാരികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന അവരുടെ ഫ്രീ വില്ല് കൊണ്ടാണ്. ഈ വചനം വെച്ചിട്ട്, അതായത് ദൈവത്തിന്റെ കൈകളിലാണ് രാജാവിന്റെ ഹൃദയം വില്ലിരിക്കുന്നത്. ആ വചനം വെച്ചിട്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ട്രംപിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? രണ്ടാമത്തെ ആർഗ്യുമെന്റ്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രീ വില്ല് കൺട്രോൾഡ് ആണെങ്കിൽ അതിനെ ഫ്രീ വില്ല് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ മൂന്ന് ആർഗ്യുമെന്റ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ആ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമായിരിക്കും. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട്, ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ നിർത്തിയതാണ്. എന്തായാലും അത് വീണ്ടും പറയേണ്ടി വന്നത് അരുൺ കാരണമാണ്. അതുകൊണ്ട് അരുണെ, വി ആർ എക്സ്പ്ലെയിനിങ് ദാറ്റ് പർട്ടിക്കുലർ പോർഷൻ ആൻഡ് പ്ലീസ് ബി വെരി പേഷ്യന്റ്. ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. അതിന്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കൈകളിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യന്റെ ഫ്രീ വില്ലിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് സിറ്റുവേഷനിലാണെന്ന് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഈ ഫ്രീ വില്ല് ഉപയോഗിച്ച് ഇവൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു മാസ് ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ദൈവം ചില പർട്ടിക്കുലർ സിറ്റുവേഷനുകളിൽ രാജാവിന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ആ കണ്ടീഷൻ, പക്ഷെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു. ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ഈ രാജാവ് സബ്മിറ്റഡ് ടു ഗോഡ് ആയിരിക്കണം. ദൈവത്തിൽ സബ്മിറ്റ് ചെയ്യാത്ത ഒരാളെയും ദൈവം കൺട്രോൾ ചെയ്യില്ല. ഇതാണ് ബൈബിളിൽ നിന്ന് നമുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ബൈബിൾ ആയതുകൊണ്ട് അതിൽ നിന്നുള്ളതാണ് ഈ പറയുന്നത്. ദൈവത്തിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള രാജാക്കന്മാരുടെ ഹൃദയത്തെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഇനി അസ് ആൻ ഒംനീഷ്യന്റ്, ഒംനിപോർട്ടന്റ് ആയിട്ടുള്ള ദൈവത്തിന് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ഫ്രീ വില്ലിന് ദൈവം കൊടുത്തിരിക്കുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ദൈവം കൺട്രോൾ ചെയ്യാത്ത രാജാക്കന്മാരുണ്ട്. ശൗലിനെ ദൈവം കൺട്രോൾ ചെയ്തിട്ടേ ഇല്ല. ദാവീദിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.
എന്താ ഉം. വ്യത്യാസം? ശൗല് ദൈവത്തോട് എതിർത്ത് നിൽക്കുകയും ദാവീദ് ദൈവത്തോട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഉം. അതാ എന്റെ കാര്യം. ഉം. ട്രംപ് ദൈവത്തോട് സബ്മിറ്റ് ചെയ്യട്ടെ, അപ്പൊ ഇങ്ങനെ അല്ല ട്രംപ് പെരുമാറുന്നത്. ഇതാ നമ്മളത് ഹോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതാ. വെൻ വി സബ്മിറ്റഡ് ടു ഗോഡ്, ദൈവം നമ്മളോട് അല്ലെ നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ട് റൈറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടുന്ന ഗൈഡൻസിനെയാണ് നമ്മൾ വിശ്വാസികള് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം എന്റെയും ദൈവത്തിന്റെയും ചിന്ത രണ്ടും രണ്ടായിട്ട് പോകും, അത്രേ ഉള്ളൂ. Exactly. ഇതാണ് And അവിടെ that ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. submission will also come under free will. അതും It's ഫ്രീ our വില്ലിലാ choice. വരുന്നത്. സബ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അതും നമ്മുടെ ഫ്രീ വില്ല. അതുകൊണ്ടാണ് ദൈവം വചനം പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പുതിയ നിയമത്തിൽ പറഞ്ഞ എന്തിനാണ് കീഴടങ്ങാൻ പറയുന്നത്? ദൈവത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറയേണ്ട ആവശ്യം എന്താ? ഫ്രീ വിൽ ഇല്ലെങ്കിൽ. ഫ്രീ വിൽ ഇല്ലാത്ത ഒരുത്തനോട് സബ്മിറ്റ് ചെയ്യണമെന്ന് Submit ചെയ്യാൻ പറയേണ്ട പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യമില്ല. ഇല്ല. പറയേണ്ട ആവശ്യമില്ല. ഇനി കൺട്രോൾഡ് ഫ്രീ വിൽ, അതും കൊണ്ടൊന്ന് പെട്ടെന്ന് പറയാം. കൺട്രോൾഡ് ഫ്രീ വിൽ. അരുൺ എന്ന് പറയുന്ന വ്യക്തി ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുക. അരുണിന് ഫ്രീ വില്ലുണ്ട്. ഓക്കെ, അരുൺ പക്ഷെ രാവിലെ അരുണിന് തോന്നിയ സമയത്തെ വരത്തുള്ളൂ ഓഫീസിൽ. അരുണിന് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോകും. ഇനി അരുണിന് ജോലി ചെയ്യാൻ താല്പര്യമില്ല, അരുൺ അവിടെ ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അല്ലെ അരുൺ ഫുഡ് കഴിക്കും. അരുണിന്റെ ഇഷ്ടത്തിനാണ് അരുൺ അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഫ്രീ വില്ലാണോ? ശരിയാ, ഫ്രീ വില്ല. പക്ഷെ ഈ ഫ്രീ വില്ല് ശരിയാണോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അരുണിന്? അരുണിന്റെ ഫ്രീ വില്ല് വെച്ചോണ്ട് അരുണിന്റെ മുകളിൽ ഹയർ ഒഫീഷ്യൽസ് ഉണ്ട് അല്ലെ. അപ്പം അരുണിന് ഇഷ്ടമാണ് ഇത് ചെയ്യേണ്ടതെങ്കിലും അരുണിന് ആ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ കൺട്രോൾഡ് ആകുകയല്ലേ ഫ്രീ വില്ല്. അപ്പൊ ഒരു പർപ്പസിന് വേണ്ടി ഫ്രീ വില്ലിനെ മനഃപൂർവ്വമായി സബ്മിറ്റ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ബൈബിളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അരുൺ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തും, അരുണിന്റെ മുകളിൽ ആരുമില്ല, അപ്പൊ അരുൺ എന്ത് ചെയ്യുമെന്നറിയാം? അരുൺ തന്നെ അരുണിന്റെ ഫ്രീ വില്ലിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഈ സംഭവം റൺ ചെയ്യണമല്ലോ. ഇത് തന്നെ ഒരു രാജ്യത്തെ കുറിച്ചുള്ള സംഭവം പറയുന്നത്. എല്ലാ നേതാക്കന്മാരും ദൈവത്തിന് കീഴടങ്ങണം, സബ്മിറ്റ് ചെയ്യണമെന്നാ ബൈബിൾ പറയുന്നത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല അരുണെ. അതാ ഞങ്ങൾ പറയുന്ന പോയിന്റ്. ഈ അരുൺ പറയുന്ന പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാനുള്ളത്, ഈ സബ്മിഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ യുദ്ധം ഉണ്ടാകത്തില്ല. അതാണ് ഫ്രീ വില്ലിന്റെ ഏറ്റവും വലിയ തെളിവ്. അത്രേ ഉള്ളൂ. Yes. Let's continue watching. ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ലല്ലോ സേതു. പിന്നെ എൻ്റെ പൊന്ന് സേതു, രാജാവിന്റെ കാര്യത്തിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, മനുഷ്യരുടെ എല്ലാം കാര്യത്തിലായിരുന്നെങ്കിൽ മനുഷ്യർ എന്ന് എഴുതിയേനും എന്നാണ് സേതു പറയുന്നത്. എൻ്റെ പൊന്ന് സേതു, ഈ രാജാവ് എന്ന് പറയുന്ന മനുഷ്യനാണ്. നീ അത് പോട്ടെ, രാജാവ് മനുഷ്യനല്ല, ഇനി രാജകീയ പുരോഹിത വർഗോ വാട്ട് എവർ ഇറ്റ് ഈസ് ആണെങ്കിൽ തന്നെയും ഈ രാജാവ് എന്ന് പറയുന്നത് ഇടപെട്ട് ഇത് ചെയ്യണേ. അത് പോയ പോക്ക് കണ്ടോ? രാജാവ് മനുഷ്യനാണെന്ന്, അതുകൊണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന്. എന്ത് മനോഹരമായിട്ടാ ഒരു കള്ളത്തരം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന, ഒരു തെറ്റിദ്ധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ നോക്കി. അപ്പം VD സതീശൻ മനുഷ്യനാണ്, നമ്മളും മനുഷ്യരാണ്. പക്ഷെ VD സതീശന് 5 കാറ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് പോകും. നമുക്ക് നമ്മുടെ കാറിൽ ഒറ്റയ്ക്കേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ രണ്ടുപേരും മനുഷ്യരാ. എന്തിനാണ് പിന്നെ VD സതീശന് കാറ് കൊടുത്തേക്കുന്നത്? എന്ത് ഇതാണോ ഫ്രീ തിങ്കിങ്? കർത്താവേ, ഈസ് ദിസ് ഫ്രീ തിങ്കിങ്? ഇതാണോ നിങ്ങൾ പറയുന്ന റാഷണാലിറ്റി? അമ്പോ, ഭയങ്കരം തന്നെ. കണ്ടിന്യൂ. നൈസ്. കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കിങ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കത്തില്ലേ? ആ ഒരു രാജാവോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ കൊണ്ടുവരുന്ന ഓരോ ഭരണങ്ങളും ഭരണമാറ്റങ്ങളും ഭരണ പരിഷ്കാരങ്ങളും നേരിട്ടോ അല്ലാതെയോ എല്ലാ തലങ്ങളിലും മനുഷ്യരെ ബാധിക്കത്തില്ലേ? അപ്പോൾ ഒരു മനുഷ്യന്റെ ഫ്രീ വിൽ കൺട്രോൾ ചെയ്യുന്നതിലും ഏറ്റവും ദോഷകരമല്ലേ, എല്ലാവരെയും ബാധിക്കുന്നതല്ലേ സേതു ഈ ഒരു രാജാവിന്റെ ഫ്രീ വിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്? എന്താണ് സേതു ഡബിൾ സ്റ്റാൻഡേർഡ്? നീ ഇപ്പോൾ ചിലപ്പോൾ കാലം മാറിയതുകൊണ്ടായിരിക്കും അല്ലേ സേതു? പണ്ടൊക്കെ രാജഭരണം ആയതുകൊണ്ട് ദൈവത്തിന് കുറച്ചുകൂടെ ഇടപെടേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഡെമോക്രസി രീതിയിൽ നമ്മൾ തന്നെ ചൂസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടായിരിക്കും ദൈവം മാറിയിരിക്കുന്നത് അല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ന്യായം. അപ്പൊ എന്താണ് ഡബിൾ സ്റ്റാൻഡോ? അയ്യോ, അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അരുണിനോട് ചോദിച്ച അരുണിന് ശിഷ്യപ്പെട്ട് പഠിക്കണം ഈ ഡബിൾ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്. അത് എനിക്ക് ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല ഈ കാര്യത്തിൽ, അതുകൊണ്ട് അത് പോട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. എടുക്കാൻ പറ്റും. പാവം സേതുവിന്റെ ഒരു അവസ്ഥ ഇത്രയും കണ്ടു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ സേതുവിന്റെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത്. പുള്ളിക്കാരൻ ഈ പാസ്റ്റർമാരെയും ബന്ധക്കോസിനെയൊക്കെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ ഇന്റർപ്രിറ്റേഷൻ കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ ഈ നടത്തുന്നതെല്ലാം ഇന്റർപ്രിറ്റേഷനുകളാണ്. പുള്ളിക്ക് തോന്നിയ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പുള്ളിയുടെ പൊളിറ്റിക്സിന് ചേരുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യാഖ്യാന മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അയാളുടെ വീഡിയോയിൽ പോയിട്ട് കണ്ടു നോക്കണം. ഞാൻ അതിനെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ബയാസ് സേതു പറഞ്ഞു വിട്ട് ഞാൻ ബയാസ് കൊണ്ട് ബൈബിൾ വായിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പൊ അതേപോലെ ബയാസ് ഉണ്ടാകാതിരിക്കും. അപ്പൊ
എന്താണ് ഇത് മുഴുവൻ എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. പിന്നെന്താ പറയുന്നത്? അവിടെ പറഞ്ഞ ഭാഗം എന്താണ്? വ്യാഖ്യാന ഫാക്ടറി ഇന്റർപ്രിട്ടേഷൻ ആണ്, വ്യാഖ്യാന ഫാക്ടറി ആണ്, എന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് അരുണിന്റെ ഇന്റർപ്രിട്ടേഷൻസാ. പാവകളിയാണ്, പാവകളിയാണ്, പാവകളിയാണ്. അത് ആരുടെ ഇന്റർപ്രിട്ടേഷനാണ്? പാവകളിയാണെന്നുള്ള ഇന്റർപ്രിട്ടേഷൻ. അപ്പം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട് അരുണേ, എല്ലാവർക്കും ഉണ്ട്. ആ സ്റ്റാൻഡ് കുറഞ്ഞ പക്ഷം പറയുന്ന ഞാനെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്നതാണല്ലോ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അരുണും അത് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പ്രചരിപ്പിക്കുന്നത് അല്ല, ഇപ്പൊ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നമ്മൾ പ്രചരിപ്പിക്കാറുണ്ടോ? അല്ലാതെ അരുൺ ഓക്കെ, പറയുന്നത് സമ്മതിച്ചു കണ്ടിന്യൂ. തരാനല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ. ഇരിക്കാനായിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് സേതുവിന്റെ ലോങ് വീഡിയോ സമയം നഷ്ടപ്പെടുത്താനുണ്ടെങ്കിൽ പോയിട്ട് സേതുവിന്റെ ലോങ് വീഡിയോസ് കാണുക. അയാൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലാണോ സംസാരിക്കുന്നത്? ഈ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഇന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എത്രത്തോളം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എത്രത്തോളം അനാവശ്യ നോയ്സുകൾ ഉണ്ടാക്കി സമയം ചെലവഴിക്കുന്നുണ്ടെന്നും എത്രത്തോളം കൃത്യമായും ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെന്നും നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വ്യാഖ്യാന ഫാക്ടറി ആണോ അതോ കാര്യമായിട്ടുള്ള കാര്യമാണോ, എന്തെങ്കിലും അർത്ഥമുള്ള ഒരു കാര്യമാണോ ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത്രയും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി അയാളുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലാണ്, അതായത് ഞാൻ സംസാരിച്ച ഒരു വീഡിയോയിൽ അയാൾ 2 പാർട്ടായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. വലിയ ലോങ് വീഡിയോസ് ആണ്. അതിൽ ഫ്രീവിലല്ലാതെ മറ്റൊരു ടോപ്പിക് കൂടെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ തീരത്തില്ല, ഇനി അടുത്ത പാർട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് പാർട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വ്യാഖ്യാന ഫാക്ടറിയും ചുമ്മാ എന്തൊക്കെയോ കുറേ നോയ്സ് ഉണ്ടാക്കുന്ന അല്ലാതെ എനിക്ക് അതിൽ കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചില്ല. ഇനി സെക്കൻഡ് പാർട്ടിലെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ വിചാരിച്ച് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട് എന്ന് കമന്റ് ഇട്ടുന്നു. സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ ഇതേപോലെ തന്നെ കുറേ ന്യായീകരിച്ച് കടന്ന് ഉരുണ്ട് മെഴുകി പെരളുന്നതാണ് അതിലും കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം മനസ്സിലായത് ഈ കുറേ വ്യാഖ്യാനങ്ങളല്ലാതെ ഇയാൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിൽ ഈ ഫ്രീ വില്ലിനെ കുറിച്ച് തന്നെ സംസാരിച്ച് ഇയാളുടെ ഒരു ഉഡായിപ്പ് ടാക്ടിക്സ് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ആക്കുന്നത്, എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇങ്ങനെ റോമാൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് സൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഓഡിയൻസിനെ ബാക്കിയും കൂടെ ഒന്ന് കേൾക്കണേ, നമുക്ക് അതിന് മനസ്സിലായത് വ്യാഖ്യാനങ്ങളല്ലാതെ ഇയാൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിൽ ഈ ഒരു ഫ്രീ വില്ലിനെ കുറിച്ച് തന്നെ സംസാരിച്ച് ഇയാളുടെ ഒരു ഉഡായിപ്പ് ടാക്ടിക്സ് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ആക്കുന്നത്, എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇങ്ങനെ റോമാൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്ത് തൂപ്പിച്ച് സൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും എന്നൊന്ന് കാണിച്ച് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇതേപോലെ സേതു സംസാരിക്കുന്നു, അവിടെ കിടന്ന് എഴുതുന്നുണ്ട്, റെസ്പോൺസ് കൊടുക്കണം. അപ്പം ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊന്നുമില്ല. കുറേ വ്യാഖ്യാനങ്ങളും മെഴുകലും അല്ലാതെ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഒരു പോയിന്റും റേസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സേതുവിന്റെ വീഡിയോ എല്ലാം, സേതുവിന്റെ എല്ലാ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതെല്ലാം പുള്ളി വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്ന് തിക്താനുഭവം കൊണ്ട് പുറത്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കൃത്യമായിട്ടും ബൈബിളൊന്നും വായിച്ചിട്ടില്ല. ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥമായും അറിയേണ്ട രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പിന്നീട് രണ്ടായിട്ടൊന്ന് റിയാക്ട് ചെയ്യണം. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഞാൻ പ്രേക്ഷകരെ കാണുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തതാ. ഇതിനകത്ത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആരാണ് പരത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇനിയുള്ളവർ അത് കണ്ടു മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ഈ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് എന്താണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഉണ്ടല്ലോ, പുള്ളി അതൊന്ന് പറയേണ്ട, അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം അത്. കൊടുക്കണം. അപ്പം ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊന്നുമില്ല. കുറേ വ്യാഖ്യാനങ്ങളും മെഴുകലും അല്ലാതെ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഒരു പോയിന്റും റേസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സേതുവിന്റെ വീഡിയോ എല്ലാം, സേതുവിന്റെ എല്ലാ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതെല്ലാം പുള്ളി വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്ന് തിക്താനുഭവം കൊണ്ട് പുറത്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കൃത്യമായിട്ടും ബൈബിളൊന്നും വായിച്ചിട്ടില്ല. ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ യഥാർത്ഥമായും അറിയേണ്ട രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല, യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പിന്നീട് നിരീശ്വരവാദികളെല്ലാം ഇങ്ങനെയാണ്, രവിചന്ദ്രൻ അങ്ങനെ പറഞ്ഞു, മൈത്രേയൻ ഇങ്ങനെ പറഞ്ഞു, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ സ്ട്രോമാൻസ് പുള്ളി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെക്കുറിച്ചാണെങ്കിലും ഞാൻ എന്നൊരു വ്യക്തിക്കപ്പുറം സ്ട്രോമാൻ അരുണിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് ആണ് പുള്ളി ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്ന ഐഡിയ, നിരീശ്വരവാദം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയിൽ നിരീശ്വരവാദത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഈ വൈക്കോൽ മനുഷ്യനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഐഡിയ ഇല്ലാതാക്കി സൽമാൻ ജയിച്ച് എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് ആണ് പുള്ളി കഷ്ടപ്പെട്ട് പിഴഞ്ഞ് പരിശ്രമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിന്റെ പഠിക്കൽ വരെ എത്തിയിട്ട് തിരിച്ചു പോയതിൽ ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, സേതു റിച്ചാർഡ് ഡോക്കിൻസിനെ വായിച്ചിട്ടില്ല, ക്രിസ്റ്റഫർ റിച്ചൻസിനെ വായിച്ചിട്ടില്ല, അത് കേട്ടിട്ടില്ല, ഇത് കേട്ടിട്ടില്ല. ഇത് എന്നെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ പോലെ എനിക്ക് തിരിച്ചിട്ടും പ്രയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ രീതി അതല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നീട് ഈ ഒരച്ചിൽ വാർത്ത ശില്പങ്ങളെല്ലാം ഇതുപോലെ വരും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരുപക്ഷെ എനിക്കറിയില്ല, ഒരു ശിക്ഷണത്തിൽ നിന്നും അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അതിനകത്തോ ഞാൻ വിട്ടുപോകുന്ന ആ പോയിന്റ് എന്താ പറയുന്നത്, പുള്ളി ലാസ്റ്റ് പറയുന്നത് ഒരു സ്ട്രോമാൻ, അതായത് ശരിക്കുള്ള സ്ട്രോമാൻ ഫാലസി ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം. അതിന് പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് എന്നായിരുന്നു, മുഴുവൻ ശരിയായിട്ട് വായിച്ചിട്ടില്ല, അത് തന്നെ ശരിയായിട്ട് വായിച്ചിട്ടില്ല. അതിപ്പം നമ്മളൊരു കാര്യത്തെ ശരിയായിട്ട് തന്നെ വായിക്കണം. അതെങ്ങനെ വായിക്കണം എന്നുള്ളത് ആ ടെക്സ്റ്റ് കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് പോലെയേ വായിക്കാൻ പറ്റത്തുള്ളവരുടെ, അതിനകത്തൊരു സംശയമില്ല. നമുക്ക് തോന്നിയ രീതിയിലല്ല ഒരു ടെക്സ്റ്റ് വായിക്കേണ്ടത്.
അരുൺ ഒരു സയൻസിന്റെ ടെക്സ്റ്റ് എടുത്ത് വായിച്ചാലും മാത്സിന്റെ ടെക്സ്റ്റ് എടുത്ത് ഒരു ഒരു പ്രോബ്ലം തന്നെ എടുക്കുക, ഒരു മാത്സിന്റെ പ്രോബ്ലം എടുക്കുക. അതിനകത്ത് a+b² എന്ന് പറയുന്ന ഒരു ഭാഗം കിടപ്പുണ്ടല്ലോ, a² + 2ab+b². അരുണെ ആ ഒരു ഫോർമുല അരുൺ ഫോളോ ചെയ്യാതെ അരുണിന് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ നമ്മൾ വായിക്കേണ്ടത്. അതിനിപ്പോ എന്താണ് കുഴപ്പം? അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ശരിയായിട്ട് വായിക്കാത്തത് കൊണ്ട് തന്നെയാണ് അരുൺ ഇവിടെ വന്നിരുന്ന് ഈ പറയുന്ന മുഴുവൻ സ്ട്രോമാനും അരുൺ ഈ കാണിക്കുന്നത് മുഴുവനും ശരിയായിട്ട് വായിക്കാത്തതാണ്. ഇനി എന്താണ് ഈ ശരിയായിട്ടുള്ള വായന എന്ന് പറയുന്നത്? ക്രിസ്റ്റോസെൻട്രിക് ആയിട്ട് വായിക്കണമെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ ബൈബിളിന്. അങ്ങനെ തന്നെയാണ് നമ്മൾ അത് എവിടെ നിന്ന് നമ്മൾ കിട്ടുന്നത്? അപ്പോസ്തലന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോസ്തലന്മാര് പഴയ നിയമത്തെ നോക്കി കണ്ടത് ക്രിസ്തുവിലൂടെയായിരുന്നു. അപ്പോസ്തലന്മാര് നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ ക്രിസ്തുവിലൂടെ സകലതിനെയും കാണണം. ക്രിസ്തുവിലൂടെ കാണാത്തതെല്ലാം തെറ്റാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ വക്താവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അരുൺ ചിന്തിക്കുന്ന പോലെ പറയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാന് ബൈബിളിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, ബൈബിളിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കുമ്പോൾ, ബൈബിൾ എങ്ങനെ വായിക്കണമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള രീതിയിലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിലല്ലാതെ യഹൂദന്മാര് സാദൂക്യര് കാണുന്ന ഒരു രീതിയുണ്ട് ബൈബിളിന്. ആ രീതിയിൽ നമുക്ക് ബൈബിളിനെ എടുക്കാൻ പറ്റുമോ? ഫാരിസീസ് കാണുന്ന രീതിയുണ്ട്, ആ രീതിയിൽ ബൈബിളിനെ എടുക്കാൻ പറ്റുമോ? മോശ പറഞ്ഞതും ഏലിയാവ് പറഞ്ഞു ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ബൈബിളിലെ വിഷയം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എങ്ങനെയാണ് ബൈബിളിനെ ഇന്റർപ്രറ്റേറ്റ് ചെയ്തത്. ഈ രീതിയിലാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ അതാ ചെയ്യണ്ടേ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അരുണിന് വേണ്ടെങ്കിൽ വേണ്ട, അരുൺ എടുക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ബൈബിളിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന നമുക്കേ അത് പറയാനുള്ള റൈറ്റ് ഉള്ളൂ. ഒരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റുമോ ഈ രീതിയിലാണ് ബൈബിൾ വായിക്കേണ്ടതെന്ന്? നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നത്? ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് മാത്രമല്ല, ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ രീതിയിലാണ് വായിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്കാണ് പുള്ളി പേഴ്സണൽ അറ്റാക്കിലേക്ക് വരുന്നത്. തിരിച്ചു പോയി ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, ചെയ്തു റിച്ചാർഡ് ഡോക്കിൻസിനെ വായിച്ചിട്ടില്ല, ക്രിസ്റ്റഫർ റിച്ചൻസിനെ വായിച്ചിട്ടില്ല, അത് കേട്ടിട്ടില്ല, ഇത് കേട്ടില്ല, ഇത് എന്നെ കുറിച്ച് പറയുന്ന നമ്മുടെ രീതി അതല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പിന്നീട് ഈ ഒരച്ചിൽ വാർത്ത ശില്പങ്ങളെല്ലാം ഒരേപോലെ വരും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഒരുപക്ഷെ എനിക്കറിയില്ല, അനിൽ കുടുത്തോട്ടത്തിന്റെ ശിക്ഷണത്തിലായിരിക്കണമല്ലോ പുള്ളി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ശിക്ഷണത്തിൽ നിന്നും മെച്ചപ്പെട്ടതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇതേപോലെയുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് അയച്ചതെന്ന് റിയാക്ട് ചെയ്യൂ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ മനോഹരമായിട്ടാണ് കാര്യങ്ങളോടെല്ലാം ഫ്രീ തിങ്കർ എത്ര മനോഹരമായിട്ട് ഒരു കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നല്ലേ. ഒരച്ചിൽ വാർത്ത, എന്തൊക്കെ രീതിയിലുള്ള സംസാരങ്ങളാണ് ശിക്ഷണത്തില്. ഒന്നാമത് മനസ്സിലാക്കുക, അനിൽ കുടുത്തോട്ടമാണ്, സേതുവാണ്, സബിനാണ്. ഇങ്ങനെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ എന്ത് ഫ്രീ തിങ്കേഴ്സ് ആണ്, അതെനിക്ക് മനസ്സിലാകാത്തത്. വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരാളുടെ അയാള്. അത് മാത്രമല്ല, പാസ്റ്റർ അനിൽ കുടുത്തോട്ടത്തിന്റെ വീഡിയോസും സേതുവിന്റെ വീഡിയോസും ഞങ്ങൾ ചാനൽ ചെയ്യുന്ന വീഡിയോസും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞങ്ങള് ഒരേപോലെയാണോ സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത്, ആശയം ഒന്ന് തന്നെ. പക്ഷെ ഈ അച്ചിൽ വാർത്തു എന്നുള്ള പദപ്രയോഗമൊക്കെ പ്രയോഗിക്കുമ്പോൾ അരുൺ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതെ, അത് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പൊ അരുൺ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അരുണിന്റെ സ്റ്റാൻഡേർഡിൽ തിരിച്ച് മറുപടി പറയാൻ എന്തായാലും പറ്റത്തില്ല. അരുൺ ഏത് ലെവലിലേക്ക് ഞങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാലും താങ്കളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അരുണെ. അതുകൊണ്ട് അത് ഇത്രയും പറഞ്ഞ് വിടാനും മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, അരുൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്ട്രോമാൻ ആണ് അനിൽ കുടുത്തോട്ടം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്ട്രോമാൻ. അപ്പൊ അതിലിട്ട് അരുൺ മുഷ്ടിയുദ്ധം ചെയ്യുക, എയറിലിട്ട് ഇടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അരുൺ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേ ഇപ്പൊ പറയാനുള്ളൂ. അവസാന ഭാഗത്തെത്തി. അതെ, എല്ലാത്തിനോട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെ ഒരു വ്യക്തിയുണ്ട്, ജോബി ഹാൽവിൻ എന്റെ പല വീഡിയോസിലും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, വളരെ ബേസ്ലെസ് ആയിട്ടുള്ള, ഈവൻ തിയോളജിസ്റ്റുകൾ പോലും കേട്ടാൽ ചിരിക്കുന്ന കുറെ വാദങ്ങൾ കേട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ കണ്ടവരെല്ലാം വിടുന്ന റോക്കറ്റിന്റെ പുറകിൽ കയറി പിടിക്കാനാണെങ്കിൽ നമുക്ക് അതിനെ നേരം കാണത്തുള്ളൂ. നമ്മൾ വിചാരിച്ചിരിക്കുന്ന, നമ്മൾ എയിം ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ റിലവന്റ് ആയി അനിവാര്യമായും സംസാരിക്കേണ്ട, വളരെ കൃത്യതയോടുകൂടി. അത് തന്നെ, ആ പദമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തായാലും ആരും പറഞ്ഞത് കറക്റ്റാണ്. ഇനി ഈ വള്ളിയിൽ പിടിക്കുന്ന പരിപാടിയില്ല. ഇതുകൊണ്ട് തീരുവാണ്. ഇനി അരുൺ എന്ത് എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ പിടിക്കത്തില്ല. കാരണം ഇപ്പൊ അരുൺ പറഞ്ഞ ആ പദം തന്നെ തിരിച്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഞങ്ങൾ അതിനകത്ത് കയറി കൈയിടുന്നില്ല കേട്ടോ. ഓക്കെ.
ആയി പോകാനായിട്ട് കാരണമാകും ഇതേപോലെയുള്ള എല്ലാവരും ഇടുന്ന ശബ്ദ മലിനീകരണത്തിന്റെ പുറകിൽ പോയി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ കാര്യമായിട്ടുള്ള ആ ഒരു സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റഫുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നേരെ മറിച്ചിട്ട് ഇതേപോലെ കുറെ ശബ്ദ മലിനീകരണം നമ്മൾ പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഒരു വാക്കിലൊക്കെ കയറി പിടിച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ വളവള ബഹളം വെക്കുന്ന കാര്യത്തിനൊന്നും നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എനിവേ ചെയ്തു ഇനി ഇങ്ങനെ ഇല്ലാത്ത സ്ട്രോമാൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വായുമായിട്ട് ഇങ്ങനെ മുഷ്ടിയുദ്ധമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വേറെ പണിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പക്ഷേ സേതു, പക്ഷെ നമ്മൾ മുഷ്ടിയുദ്ധം നടത്തുക, പക്ഷെ അരുൺ എന്തായാലും സംസാരിക്കാൻ വരില്ല. എന്തുകൊണ്ട് ഈ മുഷ്ടിയുദ്ധം നടത്തുന്നു എയറിനോട്? അരുൺ ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ച് സംസാരിക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ. വേറെ ഒന്നും വഴിയില്ല. കാരണം വിളിച്ചാ വരത്തില്ല അരുൺ, വിളിച്ചാൽ വിളിച്ചാ വരില്ല. വരത്തില്ല. സംസാരിക്കാൻ വിളിച്ചാൽ വരില്ല. പിന്നെ വരില്ല. നമ്മൾ മുഷ്ടിയുദ്ധം അങ്ങനെ ചെയ്യുക. ഒരു സീറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ടേക്കും അരുണിന്. ഇത് കണ്ടോ, അതെ. ഇവിടെ വന്ന് ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾ അങ്ങ് സങ്കല്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. കാരണം സംസാരിക്കുന്നത്. നമുക്കതേ പറ്റത്തുള്ളൂ. കാരണം നേരിട്ട് വിളിച്ചാൽ വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? കെട്ടി വലിച്ചോണ്ട് വരാൻ പറ്റും. അരുണിന്റെ ഫ്രീവില്ല. അതിനകത്ത് ഞങ്ങൾ എങ്ങനെ ഇടപെടും? ദൈവത്തിന് പോലും ഇടപെടാൻ പറ്റത്തില്ല. അതുപോലെ അരുണും മുഷ്ടിയുദ്ധം ചെയ്യുക, അല്ലാതെ വേറൊന്നും പറയാനില്ല. വേറൊന്നും പറയാനില്ല, അതേ ഉള്ളൂ പറയാൻ. ഇത്രയാണ്. ഓക്കെ, ഇത്രയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. ബാക്കി നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇതെന്താണ് സംഭവം എന്നുള്ളതും അരുൺ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അരുൺ എന്തിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അതായത് സമയച്ചേട്ടാ, മനുഷ്യർക്ക് ഇത് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അരുൺ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഇത് കണ്ട് തീരുമാനിക്കാൻ. റിയലി സോറി. ഒരു കാര്യം ഞാനൊന്ന് പറയാം, അപ്പോളജൈസ് ചെയ്യാണ്. എന്തെങ്കിലും ഒരു വാക്ക് അനാവശ്യമായിട്ട് ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അത് അദ്ദേഹത്തിനെ ഞങ്ങൾ മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സവിചേട്ടൻ പറഞ്ഞല്ലേ, ചിരി അത് അറിയാതെ വന്നു പോകുന്ന സ്പീച്ച്ലെസ് ആകുന്ന ഭാഗത്ത് ചിരിക്കാൻ നല്ലത് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് മാത്രം ചിരിച്ചു, അതായത് മോക്ക് ചെയ്തല്ല. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. റിയലി സോറി. നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാവുന്നതോ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തതാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു പൂർണ്ണമായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു കള്ളത്തരം, വലിയൊരു കള്ളത്തരം അതിനകത്ത് അരുൺ പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസിൽ നിന്ന് തിക്താനുഭവം കിട്ടിയിട്ടില്ല, എന്നിട്ട് ഇപ്പറേ വന്നിട്ട് പെന്തക്കോസ് ആണ് എന്റെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞത് അതൊരിക്കലും ബെയറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു ഭാഗത്തെ കൊണ്ട് മാത്രമാണിത് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഓക്കെ, സവിചാൻ എന്തെങ്കിലും കൺക്ലൂഷൻ ആയിട്ട് പറയണ്ട? എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാണുന്നവർ തീരുമാനിക്കട്ടെ. പിന്നെ ഒരു ക്ഷമാപണം കൂടെ ഉണ്ട്. ഇതും ഒരു വളരെ ലോങ് വീഡിയോ ആയിപ്പോയി. കാരണം 1/2 മണിക്കൂർ വീഡിയോയെ ഓരോ പോയിന്റും എടുത്ത് നമുക്ക് സംസാരിക്കേണ്ടി വന്നു. അതിന് ക്ഷമിക്കുക. എന്ത് ചെയ്ത് വന്നാലും 1 മണിക്കൂർ കൂടുതൽ പോകുന്നുള്ളതാ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ക്ഷമിക്കുക. പക്ഷെ ഇത് പറഞ്ഞ് ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പോയത്. എന്തായാലും തുടർന്നും കാണുക. അരുണും വീഡിയോ കാണണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനിയും ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങൾക്ക് മുഷ്ടിയുദ്ധം ചെയ്യാനുള്ള അവസരം ഒഴിവാക്കി കടന്നു വരിക എന്നേ പറയാനുള്ളൂ. അരുൺ പ്ലീസ് കം. അതെ, അരുൺ വരിക, നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു സവിൻ ചേട്ടാ. താങ്ക് യു. ബൈ. ഒരു സെക്കൻഡ്, ഞാൻ റെക്കോർഡ്